ക്രിസ്റ്റഫർ കൊളംബസ് ഒരു വലിയ കപ്പലിൽ കയറി യൂറോപ്പിൽ നിന്ന് ഇന്നത്തെ അമേരിക്ക എന്ന വലിയ ഭൂഖണ്ഡത്തിൽ എത്തിച്ചേർന്നതോടുകൂടിയല്ല ശരിക്കും അമേരിക്കയുടെ ചരിത്രം ആരംഭിക്കുന്നത്. അതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ ചരിത്രം, മനുഷ്യരുള്ള ചരിത്രം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. 30,000 വർഷം മുതൽ 2026 വരെയുള്ള അമേരിക്കയുടെ ബൃഹത്തായിട്ടുള്ള ഒരു ചരിത്രമാണ് ഞാൻ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. 30,000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് കാണുന്ന ഭൂമി ആയിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടുത്തെ താപനില ഇപ്പോഴുള്ള താപനിലയേക്കാൾ കുറച്ചുകൂടെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ധ്രുവപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിൽ കൂടുതൽ മഞ്ഞുപാളികളുണ്ടായിരുന്നു. ജലം മഞ്ഞായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ജലം കൂടുതലായി കട്ടിപിടിച്ച് മഞ്ഞായി ഐസായിട്ട് മാറുമ്പോൾ ഭൂമിയിലെ ജലനിരപ്പ് ഗണ്യമായി കുറയും. ഭൂമിയിലെ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ സമുദ്രത്തിൻ്റെ അടിയിൽ കിടക്കുന്ന പല പ്രദേശങ്ങളിലും മുകളിലേക്ക് ഉയർന്നു വരും, അല്ലെങ്കിൽ ഭൂമിയിലെ കരയിൽ നിന്നുകൊണ്ട് നമുക്കവയെ കാണാൻ കഴിയും. 30,000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിലെ ഭൂമി അങ്ങനൊരു ഭൂമിയായിരുന്നു. പല സ്ഥലങ്ങളിലും ഇന്ന് കാണാൻ സാധിക്കാത്ത പല പ്രദേശങ്ങളും ഉണ്ടായിരുന്നു. പല വൻകരകളെയും പരസ്പരം കണക്ട് ചെയ്യുന്ന ചെറിയ പാലങ്ങൾ പോലുള്ള ഭൂപ്രകൃതി ഉണ്ടായിരുന്നു. 30,000 വർഷങ്ങൾക്ക് മുമ്പുള്ള അമേരിക്കയുടെയും റഷ്യയുടെയും അതിർത്തിയിലേക്ക് നമുക്ക് പോകാം. ഇന്ന് നമ്മൾ ആ അതിർത്തിയിലേക്ക് പോകുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് ബെറിങ് സ്ട്രീറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചെറിയ കടലിടുക്കാണ്. അതിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് അമേരിക്ക വരും, അല്ലെങ്കിൽ അമേരിക്കയുടെ അലാസ്ക എന്ന സ്റ്റേറ്റ് വരും. അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് റഷ്യയാണ്. പക്ഷേ 30,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ കടലിടുക്ക് ശരിക്കും ഒരു കടലിടുക്കായിരുന്നില്ല. ബെറിങ് സ്ട്രീറ്റിൽ ഒരു നേർത്ത പാലമുണ്ടായിരുന്നു. ആ പാലത്തിലൂടെ നമുക്ക് വേണമെങ്കിൽ നടന്ന് ഒരു കോണ്ടിനെൻറ്റിൽ നിന്നും മറ്റൊരു കോണ്ടിനെൻറ്റിലേക്ക് പോകാൻ കഴിയുമായിരുന്നു. മനുഷ്യരുടെ എല്ലാം തുടക്കം ആഫ്രിക്കയാണ്. നമ്മുടെ കളിത്തൊട്ടിൽ ആഫ്രിക്കയായിരുന്നു. പിന്നീട് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ മനുഷ്യർ എത്തിച്ചേരുകയായിരുന്നു. അങ്ങനെയാണ് ആദ്യമായി സൈബീരിയയിൽ മനുഷ്യർ എത്തിച്ചേരുന്നത്. മഞ്ഞിൽ മൂടപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ പ്രദേശം. ആ പ്രദേശത്ത് അവർക്ക് പ്രധാനമായിട്ടും ഭക്ഷിക്കാനുണ്ടായിരുന്നത് വൂളി മാമത്തുകളെന്ന ഇപ്പോൾ ഭൂമിയിൽ കാണാൻ സാധിക്കാത്ത വലിയ ക്രീച്ചറുകളായിരുന്നു. അവയെ വേട്ടയാടി മനുഷ്യർ ഭക്ഷിച്ചിരുന്നു. ഈ മാമത്തുകൾ ഭക്ഷണം തേടി പല പ്രദേശങ്ങളിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കും. അവരെ ഭക്ഷിക്കാനായി മനുഷ്യർ അവരുടെ പിന്നാലെ പോകും. അങ്ങനെയാണ് ഒരു ഘട്ടത്തിൽ വൂളി മാമത്തുകൾ ബെറിങ് സ്ട്രീറ്റിൻ്റെ ഭാഗത്തുകൂടെ കടന്നു പോകുന്ന ആ ചെറിയ നേർത്ത പാലത്തിലൂടെ നടന്ന് ആദ്യമായി അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ എത്തിച്ചേരുന്നത്. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ആദ്യമായി എത്തിച്ചേർന്ന വൂളി മാമത്തുകൾ അവരായിരുന്നു. അവരുടെ തൊട്ടു പിന്നാലെയായി അവരെ വേട്ടയാടി ഭക്ഷിക്കാനായി മനുഷ്യരും പോയി. അങ്ങനെ എത്തിച്ചേർന്ന മനുഷ്യരാണ് ആദ്യത്തെ അമേരിക്കക്കാർ. അമേരിക്കയുടെ മണ്ണിൽ ആദ്യമായി കാല് കുത്തിയത് അവരായിരുന്നു. അങ്ങനെ എത്തിയ മനുഷ്യർ വൂളി മാമത്തുകളെ വേട്ടയാടി ഭക്ഷിച്ചതിന് ശേഷം കുറേ പേരൊക്കെ അവിടെ നിന്ന് മടങ്ങിപ്പോയി. എന്നാൽ ചില മനുഷ്യർ മടങ്ങിപ്പോകാൻ കൂട്ടാക്കിയില്ല. അവരവിടെ തന്നെ തുടർന്നു. അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അത് മനുഷ്യരുടെ രക്തത്തിൽ തന്നെ അടങ്ങിയിട്ടുള്ളൊരു സ്വഭാവമാണ്. ഒരു പ്രദേശത്ത് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ അരിച്ചു പിറക്കി നടക്കും. അങ്ങനെ ഒരു കൂട്ടം മനുഷ്യർ ഇന്നത്തെ കാനഡ മേഖല മുഴുവനും അരിച്ചു പിറക്കി നടക്കാൻ തുടങ്ങി. കുറേ പേരൊക്കെ അവിടെ നിന്നും തെക്ക് ഭാഗത്തേക്ക് മാറി എന്ന് പറയുമ്പോൾ ഇന്നത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഭാഗങ്ങളിൽ എത്തിച്ചേർന്നു. അവിടെ കുറേയധികം കാലം താമസിച്ചു. അവരിലും കുറേയധികം ആളുകൾ അവിടെ നിന്നും തെക്കോട്ട് പോയി ഇന്നത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ എത്തിച്ചേർന്നു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ള മനുഷ്യരുടെ ചരിത്രം മുമ്പ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമുക്ക് അമേരിക്കയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. പിന്നീടുള്ള ഒരു 10,000-20,000 വർഷത്തോളം മനുഷ്യർ വേട്ടയാടിയാണ് ഭക്ഷിച്ചത്. പക്ഷേ വേട്ടയാടുന്നത് അപകടം പിടിച്ച ഒരു പണിയാണ്. വേട്ടയാടുന്നതിനിടയിൽ മൃഗങ്ങളുടെ ആക്രമണം നമുക്ക് നേരിടേണ്ടി വരും. ആ ആക്രമണത്തിൽ നമ്മൾ മരിച്ചു എന്ന് വരാം. പിന്നെ ഭക്ഷണം വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴൊക്കെ നമുക്ക് ഭക്ഷണം കിട്ടില്ല. ചിലപ്പോൾ കിട്ടുമ്പോൾ ഒരുപാട് കിട്ടുമായിരിക്കും. എന്നാൽ ചില ദിവസങ്ങളിൽ ഒട്ടും തന്നെ ഭക്ഷണം കിട്ടില്ല. നമ്മൾ ആഗ്രഹിക്കുമ്പോഴൊക്കെ ഭക്ഷണം കിട്ടണമെങ്കിൽ ഭക്ഷണം സ്റ്റോർ ചെയ്തു വെക്കാൻ നമുക്ക് സാധിക്കണം. അത് പെട്ടെന്ന് അളിഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെ അളിഞ്ഞു പോകാത്ത, സ്റ്റോർ ചെയ്തു വെക്കാൻ പറ്റുന്ന, നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഭക്ഷണം, അത് കൃഷിയിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഭക്ഷണമാണ്. ഏകദേശം 1000 BC ആയപ്പോൾ അമേരിക്കയുടെ ആ മേഖലകളിലുണ്ടായിരുന്ന മനുഷ്യർ ആദ്യമായി കൃഷി ചെയ്യാൻ തുടങ്ങി. ചോളമാണ് ആദ്യം അവർ കൃഷി ചെയ്യുന്നത്. ചോളം കൃഷി ചെയ്ത് അവർ അത് സൂക്ഷിച്ചു വയ്ക്കും.
ഭക്ഷണം എപ്പോൾ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ അവരുടെ പക്കൽ ഭക്ഷണമുണ്ടായി. കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ കഴിയില്ല. കൃഷി ചെയ്യുന്ന മേഖലകൾ എപ്പോഴും നമ്മൾ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് വീടുകളുടെ ആവശ്യമുണ്ടായത്. ആദ്യം ഉണ്ടാക്കിയതൊക്കെ ചെറിയ ചെറിയ കുടിലുകളായിരുന്നു. എന്നാൽ അമേരിക്കയിലെ മനുഷ്യർ കുടിലിനും അപ്പുറത്തേക്ക് ചിന്തിച്ചു. അവർ ബഹുനില കെട്ടിടങ്ങൾ പണിയാൻ തുടങ്ങി. ഞാൻ പറയുന്നത് 2000-ലെയോ 1500-ലെയോ ഒന്നും കാര്യങ്ങളല്ല. പറയുന്നത് ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ്. ആ കാലഘട്ടത്തിൽ ബഹുനില കെട്ടിടങ്ങൾ പണിതു. എന്നാൽ ഇന്ന് കാണാൻ സാധിക്കുന്നത് പോലുള്ള അമ്പരച്ചുംബികളായിരുന്നില്ല, കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളായിരുന്നില്ല. അമേരിക്കയിലെ പടിഞ്ഞാറ് മേഖല വളരെയധികം ചൂടുള്ള ഒരു പ്രദേശമാണ്. അമേരിക്കയുടെ എല്ലാ മേഖലകളും തണുത്തുറഞ്ഞു കിടക്കുകയല്ല. ഈ ചൂടേറിയ പ്രദേശങ്ങളിൽ വലിയ വലിയ ക്ലിഫുകളുണ്ട്, വലിയ വലിയ പാറകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള മലകളുണ്ട്. ആ മലകൾ തുരന്ന് അവിടെ അവർ ബഹുനില കെട്ടിടങ്ങൾക്ക് സമാനമായിട്ടുള്ള വീടുകൾ പണിതു. ആൻസാസി അല്ലെങ്കിൽ പ്യൂബ്ലോയിൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗോത്ര വിഭാഗമാണ് ഇങ്ങനെ ക്ലിഫുകളെ കെട്ടിടങ്ങളാക്കി മാറ്റിയത്. അന്ന് അവർ നിർമ്മിച്ച കെട്ടിടങ്ങളുടെ അവശേഷിപ്പുകൾ ഇന്ന് നമുക്ക് അമേരിക്കൻ മണ്ണിൽ കാണാം. അവർക്കൊരു വലിയ ട്രേഡ് സെൻറ്റർ ഉണ്ടായിരുന്നു. ചാക്കോ ക്യാനിയോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ മലയിടുക്ക്. ആ മലയിടുക്ക് ട്രേഡ് സെൻ്ററായിട്ട് വർഷങ്ങളോളം പ്രവർത്തിച്ചു. 1100 AD ആയപ്പോൾ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. മിസിസിപ്പി നദിയോട് ചേർന്നിട്ടാണ് ഈ കെട്ടിടങ്ങൾ നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയുന്നത്. അവർ മണ്ണുകൊണ്ട് വളരെയധികം ഉയരത്തിലുള്ള പിരമിഡുകൾക്ക് സമാനമായിട്ടുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചു. ആ കെട്ടിടങ്ങൾ അവർ താമസിക്കാൻ തുടങ്ങി. ഈ കെട്ടിടങ്ങളാണ് സിറ്റി ഓഫ് മൗണ്ട്സ്. ആ കൂട്ടത്തിൽ തന്നെ ഏറ്റവും വലിപ്പമേറിയ സിറ്റി ഓഫ് മൗണ്ട് അത് ചാഹോക്കിയാണ്. ഈ കാലഘട്ടത്തിൽ സെൻറ്റ് ലൂയിസ് എന്നറിയപ്പെടുന്നു. ആ കാലഘട്ടത്തിലെ അമേരിക്കയുടെ വടക്ക് കിഴക്കൻ മേഖലകളിൽ വലിയ വനങ്ങളാണ്. അവിടെയൊക്കെ എപ്പോഴും നല്ല തണുപ്പുമാണ്, മഞ്ഞ് പെയ്യുന്ന മേഖലകൾ കൂടിയാണ്. ആ മേഖലകൾ ഒരുപാട് ഗോത്ര വിഭാഗങ്ങളുണ്ടായിരുന്നു. അവരെല്ലാവരും പരസ്പരം പോരാടിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് ആർക്കും ഒരു വലിയ വികസനമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കാരണം എപ്പോഴും യുദ്ധമാണല്ലോ. അവർക്ക് നിലനിന്ന് പോകാൻ പോലും വലിയ പ്രയാസമായി. അങ്ങനെ ഇരിക്കെയാണ് 5 ഗോത്ര വിഭാഗങ്ങൾ ചേർന്ന് ഒരു കരാറുണ്ടാക്കിയത്. ആ കരാർ അനുസരിച്ച് ആരും പരസ്പരം യുദ്ധം ചെയ്യുന്നില്ല. ആ 5 ട്രൈബൽ ഗ്രൂപ്പും ഒരൊറ്റ ഗ്രൂപ്പായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കും. ആ കോൺഫെഡറേഷൻ്റെ പേരാണ് ഹൗഡൻ സൗണ്ട്സ് കോൺഫെഡറൻസി. ഡെമോക്രസിയുടെ അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ വിത്തുകൾ അന്നവിടെ പാകപ്പെട്ടു. ഇവരെല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ ഒരു പൊതുവേദിയിൽ അവതരിപ്പിക്കും. ആ അഭിപ്രായങ്ങളെ പിന്താങ്ങുന്നവർ സപ്പോർട്ട് ചെയ്യും. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന അഭിപ്രായങ്ങൾ നടപ്പിലാക്കും. ഇവർ താമസിക്കാനായിട്ട് ഉപയോഗിച്ചത് വലിയ കെട്ടിടമാണ്. ലോങ് വുഡൻ ഹൗസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. വളരെയധികം നീളമേറിയിട്ടുള്ള നല്ല ഉയരമുള്ള തടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വലിയ കെട്ടിടങ്ങൾ. ആ കെട്ടിടങ്ങളിൽ ഒരുപാട് ഗോത്ര വിഭാഗങ്ങൾ താമസിച്ചു. അന്ന് ഒരു കുടുംബമല്ല, അവരുടെ കുടുംബമെന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ വളരെ വലിയ കുടുംബം അതൊരു ഗോത്രമായിരുന്നു, ഒരു ക്ലാനായിരുന്നു. 1000 AD-യിൽ വടക്ക് കിഴക്ക് നിന്ന് ഒരു പ്രാകൃതമായിട്ടുള്ള കപ്പൽ പ്രത്യക്ഷപ്പെട്ടു. ആ കപ്പൽ അമേരിക്കയെ ലക്ഷ്യം വെച്ച് സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. അമേരിക്കൻ വൻകരയിലുണ്ടായിരുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അതെന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. വളരെ അടുത്തെത്തിയപ്പോഴാണ് അത് കുറച്ചുകൂടെ ഭീകരമായിട്ടുള്ള ഒരു കപ്പലാണെന്ന് മനസ്സിലായത്. അതിൻ്റെ മുൻവശങ്ങൾ വ്യാളിമുഖം കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടെ പരിഷ്കാരികളായിട്ടുള്ള മനുഷ്യരുമുണ്ടായിരുന്നു. വൈക്കിങ്സ് എന്നാണ് ആ ഗോത്ര വിഭാഗത്തിൻ്റെ പേര്. അമേരിക്കയിൽ ആദ്യമായി ലാൻഡ് ചെയ്യാൻ പോകുന്ന യൂറോപ്യൻസ് അവരാണ്. അവർ ലാൻഡ് ചെയ്യുമ്പോൾ അവർക്കറിയില്ലായിരുന്നു തങ്ങളാണ് ആദ്യമായി ഇവിടെ ലാൻഡ് ചെയ്യാൻ പോകുന്നതെന്ന്. പക്ഷേ ഇപ്പോഴും ചരിത്രത്തിൽ കാര്യമായിട്ട് വൈക്കിങ്സിനെ കുറിച്ച് പറയുന്നില്ല. ചരിത്രത്തിലെല്ലാം പറയുന്നത് ക്രിസ്റ്റഫർ കൊളംബസിനെ കുറിച്ചാണ്. എന്നാൽ ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിൽ എത്തുന്നതിനും 500 വർഷങ്ങൾക്ക് മുമ്പ് വൈക്കിങ്സ് എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് വൈക്കിങ്സിനെ നിയന്ത്രിച്ചിരുന്നത് ലീഫ് എറിക്സൺ എന്ന ഒരു ഗോത്ര തലവനാണ്. അവർ അമേരിക്കയിലെ ഇന്നത്തെ ന്യൂ ഫൗണ്ട് ലാൻഡിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു ചെറിയ ഗ്രാമം ഉണ്ടാക്കിയെടുത്തു, ലാൻഡ്സ് ഓക്സ് മിഡോ. പക്ഷേ അധികകാലമൊന്നും വൈക്കിങ്സിന് അവിടെ നിലനിൽക്കാൻ സാധിച്ചില്ല. പ്രധാനപ്പെട്ട പ്രശ്നം കാലാവസ്ഥയാണ്. വളരെയധികം തണുത്ത കാലാവസ്ഥയാണ്. അവിടെ നിലനിൽക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഭക്ഷണവും യഥേഷ്ടം കിട്ടുന്നില്ല. വേട്ടയാടിയാണ് പ്രധാനമായിട്ടും ഭക്ഷണം കണ്ടെത്തിയിരുന്നത്. കൂടാതെ ശത്രുക്കളുടെ ആക്രമണം. അവിടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന അനവധി ഗോത്ര വിഭാഗങ്ങളുണ്ട്. അവരും വൈക്കിങ്സുമായിട്ട് നിരന്തരം യുദ്ധത്തിലാണ്. അങ്ങനെ യുദ്ധം ചെയ്ത് ആവശ്യത്തിനുള്ള ഭക്ഷണമൊന്നും കിട്ടാതെ കാലാവസ്ഥയുമായിട്ടൊക്കെ പൊരുതി വൈക്കിങ്സിന് മടുത്തു.
അതോടുകൂടി അവർ ന്യൂ ഫൗണ്ട്ലാൻഡ് ഉപേക്ഷിച്ച് അവരുടെ ജന്മഗൃഹത്തിലേക്ക് മടങ്ങിപ്പോയി. പിന്നീട് 500 വർഷങ്ങൾ വേണ്ടി വന്നു യൂറോപ്യൻസിന് പിന്നീട് വീണ്ടും അമേരിക്കയിൽ കാലുകുത്താൻ. 1492 സ്പെയിനിൽ നിന്നും ഒരു കപ്പൽ പുറപ്പെട്ടു. ആ കപ്പലിൻ്റെ ലക്ഷ്യസ്ഥാനം ഇന്ത്യയായിരുന്നു. ഇന്ത്യയുമായിട്ട് ഒരു വ്യാപാരം ഉണ്ടാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ആ കാലഘട്ടത്തിൽ ഇന്ത്യയെ മറ്റ് യൂറോപ്യൻസ് ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നല്ല, അവരൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്, ട്രേഡ് നടത്തുന്നുണ്ട്. പക്ഷേ സ്പെയിന് ആ ട്രേഡ് റൂട്ട് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. കാരണം അത്തരത്തിലുള്ള ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് പടിഞ്ഞാറ് മേഖലയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും, അല്ലാതെ ഇന്ത്യയുമായിട്ടുണ്ടാക്കിയിരിക്കുന്ന നിലവിലുള്ള റൂട്ടിലൂടെ സഞ്ചരിക്കാൻ സാധിക്കില്ല. ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ നിഗമനമനുസരിച്ച് പടിഞ്ഞാറ് ഭാഗത്തേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഭൂമി ഉരുണ്ടതായതുകൊണ്ട് കറങ്ങിത്തിരിഞ്ഞ് ഇന്ത്യയിൽ തന്നെ വരും. ആ ഇന്ത്യയെ തേടിയാണ് ക്രിസ്റ്റഫർ കൊളംബസ് സ്പെയിനിൽ നിന്ന് പുറപ്പെട്ടത്. പക്ഷേ അവർക്കൊന്നും അറിയാത്ത നിഗൂഢമായിട്ടുള്ള ഒരു വലിയ വൻകര, ഇന്ത്യയേക്കാൾ പല മടങ്ങ് വലിപ്പത്തിലുള്ള ഒരു വൻകര ഇന്ത്യയുടെ ഇടയിലുണ്ടായിരുന്നു. ആ ഇടയിലുള്ള പ്രദേശത്തിലാണ് ക്രിസ്റ്റഫർ കൊളംബസ് എത്തിച്ചേരുന്നത്. അദ്ദേഹം കരുതിയത് ഇത് ഇന്ത്യ തന്നെയാണെന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പ്രദേശത്തെ ഇന്ത്യ എന്ന് വിളിച്ചു. അതിനുശേഷമാണ് പ്രശസ്തമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരല്പം കുപ്രശസ്തമായിട്ടുള്ള കൊളംബസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. കാരണം കൊളംബസ് വന്ന് നോക്കുമ്പോൾ തൻ്റെ യൂറോപ്പിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രദേശമാണ്. കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും കാണാൻ സാധിക്കുന്നു. ഇവിടെയുള്ളത് പലതും യൂറോപ്പിലില്ല, യൂറോപ്പിലുള്ളത് പലതും ഇവിടെയുമില്ല. അങ്ങനെയാണ് കൊളംബസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. യൂറോപ്പിലുണ്ടായിരുന്ന പന്നികളെയും കുതിരകളെയും വെടിയുണ്ടകളും തോക്കുകളുമൊക്കെ യൂറോപ്പിൽ നിന്നും അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. അമേരിക്കയിലുണ്ടായിരുന്ന തക്കാളി, കിഴങ്ങ്, ചോളം, കോൺ ഇതൊക്കെ യൂറോപ്പിലേക്കും കൊണ്ടുവന്നു. ഈ എക്സ്ചേഞ്ച് നടത്തിയത് കപ്പലുകളിലൂടെയാണ്. പക്ഷേ ആ കപ്പലിൽ ആർക്കും തന്നെ കാണാൻ സാധിക്കാത്ത വിചിത്രമായിട്ടുള്ള ചില ഭീകര രൂപികളുണ്ടായിരുന്നു. അവരെ ആർക്കും കാണാൻ കഴിയില്ല, പക്ഷേ അവർ ഭീകരന്മാരാണ്. അവർക്ക് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊല്ലാൻ സാധിക്കും. പറഞ്ഞു വരുന്നത് ജേംസിനെ കുറിച്ച്, അല്ലെങ്കിൽ ബാക്ടീരിയയെക്കുറിച്ചാണ്. ആ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയുമില്ല. അങ്ങനെ എത്തിച്ചേർന്ന ബാക്ടീരിയകളും ജേമുകളും രോഗം പടർത്താൻ തുടങ്ങി. അമേരിക്കയിലുണ്ടായിരുന്ന നേറ്റീവ് അമേരിക്കൻസിന് പെട്ടെന്ന് സ്മോൾ പോക്സ് പോലെയുള്ള രോഗങ്ങൾ പിടിപെട്ടു. യൂറോപ്പിലാണെങ്കിൽ വലിയ കുഴപ്പമില്ല, കാരണം കാലാകാലങ്ങളിൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരുന്നതാണ്. അവിടെയുള്ള മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടും അതിനെതിരെയുള്ള ഒരു പ്രതിരോധ ശേഷിയുമുണ്ട്. പക്ഷേ നേറ്റീവ് അമേരിക്കൻസിന് അത്തരത്തിലുള്ള ഒരു പ്രതിരോധ ശേഷിയുമില്ല. ഇങ്ങനെ വ്യാപകമായിട്ട് രോഗബാധ ഉണ്ടായതിനെ തുടർന്ന് കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അവിടെ മരണമടഞ്ഞത്. പിന്നീട് അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ യൂറോപ്യൻസ് തമ്മിലുള്ള ഒരു അടിയാണ് കാണാൻ കഴിയുക. അവർക്കെല്ലാം അമേരിക്കയെ വേണം. അമേരിക്കയെ ഓരോ ഭാഗത്തു നിന്ന് കാർന്നു തിന്നാൻ ഓരോ രാജ്യങ്ങളും ശ്രമിച്ചുകൊണ്ടിരുന്നു. 1565 സ്പെയിൻ ഇന്നത്തെ ഫ്ലോറിഡ മേഖലയിൽ കല്ലുകൊണ്ട് ഒരു വലിയ കോട്ടയുണ്ടാക്കി. ഇന്ന് ആ കോട്ട അറിയപ്പെടുന്നത് സെൻറ്റ് അഗസ്റ്റിൻ ഫോർട്ട് എന്ന പേരിലാണ്. 1500കളുടെ അവസാന കാലഘട്ടങ്ങളിൽ സ്പെയിൻ തെക്കൻ അമേരിക്കയിൽ നിന്നും വലിയ സ്വർണ്ണ ഖനികൾ കണ്ടെത്തി. ബ്രിട്ടീഷുകാർക്കും അത്തരത്തിലുള്ളൊരു മോഹമുണ്ടായി. തെക്കൻ അമേരിക്കയിൽ സ്വർണം ഇത്തരത്തിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉത്തര അമേരിക്കയിലും സ്വർണം ധാരാളമായിട്ട് കാണും. അതിനുവേണ്ടി ഒരു വലിയ സംഘത്തെ അവർ ഉത്തര അമേരിക്കയിലേക്ക് അയച്ചു. സാധാരണഗതിയിൽ ഒരു സ്ഥലത്ത് പോയി ഗോൾഡ് മൈൻ ചെയ്യുന്നത് പോലെ അത്ര എളുപ്പമല്ല അമേരിക്കയിൽ പോയി മൈൻ ചെയ്യുക എന്നുള്ളത്. കാരണം മാസങ്ങൾ വേണം യൂറോപ്പിൽ നിന്നും കപ്പലിലേറി അമേരിക്കയിൽ എത്തിച്ചേരാൻ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജോലിക്ക് വേണ്ടി വിടുന്ന ആളുകളെ അവിടുത്തെ സെറ്റിലേഴ്സ് ആക്കി മാറ്റണം, അവിടെ അവരെ താമസിപ്പിക്കണം, അവിടെ ഒരു ടൗൺ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയാണ് 1607 അമേരിക്കയിലെ വിർജീനിയയിലേക്ക് ഇംഗ്ലണ്ടിൽ നിന്നും ഒരു കപ്പൽ വരുന്നത്. അവരുടെ ലക്ഷ്യം വിർജീനിയയിൽ ഒരു ടൗൺ ഉണ്ടാക്കണം. ആ ടൗണിൻ്റെ പേരാണ് ജെയിംസ് ടൗൺ. ജെയിംസ് ടൗണിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം സ്വർണ്ണ ഖനനം തന്നെയാണ്. ജെയിംസ് ടൗൺ സ്ഥാപിച്ചത് പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെൻറ് ആയിരുന്നില്ല, അതൊരു പ്രൈവറ്റ് കമ്പനിയാണ്, വിർജീനിയ കമ്പനി ഓഫ് ലണ്ടൻ. അവിടുത്തെ സെറ്റിലേഴ്സ് എത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ ആദ്യ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ സ്വർണം ഖനനം ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കുടിലുകളൊക്കെ സ്ഥാപിച്ചതിന് ശേഷം അവർ കുഴി കുത്താൻ തുടങ്ങി. ജെയിംസ് ടൗണിൻ്റെ പരിസര പ്രദേശങ്ങൾ മുഴുവനും കുഴി കുത്തി നോക്കിയിട്ടും അവർക്ക് കാര്യമായിട്ട് സ്വർണ്ണമൊന്നും കിട്ടിയില്ല. പക്ഷേ അവരൊരു അബദ്ധം കാണിച്ചു. ഏറ്റവും പ്രധാനമായിട്ട് അവർക്ക് ആവശ്യമുള്ളത് ഭക്ഷണമാണ്. അവർ കൃഷി ചെയ്യാൻ മറന്നുപോയി. വന്നപാടെ നേരെ സ്വർണം അന്വേഷിക്കുകയായിരുന്നു. കൃഷി ചെയ്യാൻ മറന്നുപോയത് കൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണം ലഭിക്കുന്നത് വളരെയധികം പ്രയാസമായി മാറി. പതിയെയാണ് അവർ കൃഷിയിലേക്ക് തിരിയുന്നത്.
അപ്പോഴേക്കും കുറേയധികം ആളുകൾ പട്ടിണി കിടന്ന് മരിച്ചിട്ടുണ്ടായിരുന്നു. കൃഷി ചെയ്ത് ആവശ്യത്തിനുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. പക്ഷേ അപ്പോഴും അവർക്ക് ധനികരാകാൻ ആവശ്യമായിട്ടുള്ള സ്വർണം അവിടെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ സ്വർണം അവിടെ നിന്നും കിട്ടിയില്ല. അങ്ങനെ അവർ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തി ഒടുവിൽ അവർക്ക് ഒരു ബ്രൗൺ ഗോൾഡ് കിട്ടി. ബ്രൗൺ നിറത്തിലുള്ള സ്വർണം. അത് ഒരു മെറ്റലായിരുന്നില്ല, അത് കൃഷിയിലൂടെ കിട്ടുന്ന ഒരു സ്വർണ്ണമായിരുന്നു. അതാണ് പുകയില. പുകയില ധാരാളമായിട്ട് അവരവിടെ കൃഷി ചെയ്യാൻ തുടങ്ങി. പുകയിലയ്ക്ക് ആ കാലഘട്ടത്തിൽ യൂറോപ്പിൽ വലിയ ഡിമാൻഡാണ്. ഇവിടെ നിന്ന് കൃഷി ചെയ്യുന്ന പുകയില അവർ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തു. അങ്ങനെ പതിയെ ജെയിംസ് ടൗൺ ഒരു പണക്കാരുടെ ടൗണായിട്ട് മാറാൻ തുടങ്ങി. എല്ലാവരുടെയും കയ്യിൽ ആവശ്യത്തിലധികം പണം ലഭിക്കാൻ തുടങ്ങി. 1619 1620 അമേരിക്കയിൽ 2 വ്യത്യസ്തമായിട്ടുള്ള കപ്പലുകൾ വന്നു. ആ 2 കപ്പലുകൾക്കും പിന്നീട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചരിത്രമാണ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. അമേരിക്കയുടെ ചരിത്രത്തിൻ്റെ തന്നെ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള 2 മുഖങ്ങൾ. 1619 എത്തിച്ചേർന്ന ആ കപ്പലിൻ്റെ പേര് വൈറ്റ് ലൈൻ എന്നാണ്. അതിൻ്റെ ഉള്ളിൽ 20ഓളം ആഫ്രിക്കക്കാരുണ്ടായിരുന്നു. ആഫ്രിക്കയിൽ നിന്ന് ചങ്ങലക്കിട്ട് പിടിച്ചു കെട്ടിക്കൊണ്ട് വിർജീനിയയിലെ ജെയിംസ് ടൗണിൽ കൊണ്ടുവന്നു. അതാണ് അമേരിക്കയിലെ അടിമത്തത്തിൻ്റെ തുടക്കം. അവരെല്ലാവരും പിന്നീട് അടിമകളായി മാറി. അടിമകളെപ്പോലെ തന്നെ അവർ ജോലി ചെയ്യാൻ തുടങ്ങി. പ്രധാനമായിട്ടും പുകയില ഉണ്ടാക്കുക, കോട്ടൺ ഉണ്ടാക്കുക, ഇതൊക്കെയായിരുന്നു അവരുടെ ജോലി. എന്നാൽ ഇതിന് നേരെ വിപരീതമായിട്ടാണ് 1620 കപ്പൽ എത്തിച്ചേർന്നത്. അത് ഒരു കൂട്ടം ആളുകളായിരുന്നു. ആ ഒരു കൂട്ടം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. സ്വാതന്ത്ര്യത്തോടു കൂടി അവർക്ക് ജീവിക്കാൻ സാധിക്കണം. അവരുണ്ടാക്കുന്ന നിയമങ്ങൾ, ജനാധിപത്യത്തിലൂടെ ആ നിയമങ്ങളെ അവർ തീരുമാനിക്കും. പിന്നീട് സ്വാതന്ത്ര്യം അതിൻ്റെ പരകോടിയിൽ അവർ ആഘോഷിക്കും. ആ വലിയ ഗ്രൂപ്പിൻ്റെ പേരാണ് മേയ്ഫ്ലവർ. മേയ്ഫ്ലവർ അന്ന് എത്തിച്ചേർന്നത് മസാച്യുസെറ്റ്സിലാണ്. മസാച്യുസെറ്റ്സിൽ അവരൊരു ഗ്രാമം ഉണ്ടാക്കി, മേയ്ഫ്ലവർ ടൗൺ. ആ മേയ്ഫ്ലവർ ടൗണിൽ തന്നെ അവർ ഒരു നിയമപുസ്തകവും ഉണ്ടാക്കി, മേയ്ഫ്ലവർ കോമ്പാക്റ്റ്. ജെയിംസ് ടൗൺ ഒക്കെ അടങ്ങുന്ന വിർജീനിയയിലെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഗുരുതരമായി. അവിടെ 2 വിഭാഗം ആളുകളുണ്ടായി, കയ്യിൽ പണമുള്ളവനും കയ്യിൽ പണമില്ലാത്തവനും. നിങ്ങൾ ചിന്തിക്കുക, കയ്യിൽ പണമില്ലാത്തവർ ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള അടിമകളായിരിക്കുമെന്ന്. എന്നാൽ അവരല്ല. അവർ മാത്രമല്ലെന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ആ കാലഘട്ടത്തിൽ വെള്ളക്കാരുമുണ്ട്, പാവങ്ങളായിട്ടുള്ള ചൂഷണത്തിന് ഇരയാക്കപ്പെടുന്ന വെള്ളക്കാരും കറുത്ത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മനുഷ്യരും ഒരു സൈഡിൽ, മറു സൈഡിലുള്ളത് ധനികരായിട്ടുള്ള വെള്ളക്കാർ മാത്രം. ഇവർ 2 പേരും തമ്മിൽ ഒരുപാട് തർക്കങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായി. 1676 ഒരു റബല്യൻ തന്നെ നടന്നു. ബേക്കൺസ് റബല്യൻ എന്നാണ് അതറിയപ്പെടുന്നത്. നഥാനിയൽ ബേക്കൺ ആയിരുന്നു അതിൻ്റെ തലവൻ. ആ റബല്യൻ ശരിക്കും അങ്ങ് രൂക്ഷമായി. അതങ്ങ് രൂക്ഷമായപ്പോൾ ജെയിംസ് ടൗൺ നിന്ന് കത്താൻ തുടങ്ങി. ഞാനൊരു സാഹിത്യ രൂപത്തിൽ പറഞ്ഞതല്ല, അക്ഷരാർത്ഥത്തിൽ ജെയിംസ് ടൗൺ അവിടെ കത്തി അമർന്നു. അതിന് തീയിട്ടത് പാവപ്പെട്ടവരായിട്ടുള്ള കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരുമാണ്. പിന്നീടാണ് ബ്രിട്ടീഷുകാർ അവരുടെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു തന്ത്രം പയറ്റുന്നത്, ഡിവൈഡ് ആൻഡ് റൂൾ. പാവങ്ങളായിട്ടുള്ള വെള്ളവർഗ്ഗക്കാരും കറുത്ത വർഗ്ഗക്കാരും ഒന്നിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തും ചെയ്യാൻ സാധിക്കും. എന്നാൽ അവരെ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിച്ചാലോ? അങ്ങനെയാണ് അവർ ആ തന്ത്രം അവിടെ ഉപയോഗിക്കുന്നത്. വെള്ളവർഗ്ഗക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾ, അവരിനി പാവപ്പെട്ട ആളുകളായിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. അവരെ ഇനി ആരും ചൂഷണം ചെയ്യാൻ വരുന്നില്ല. അവർക്ക് അടിമപ്പണി ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ധനികരായിട്ടുള്ള വെള്ളവർഗ്ഗക്കാരെ പോലെ തന്നെ ജീവിക്കാം. അവർക്ക് ഈ കറുത്ത വർഗ്ഗക്കാരെ അടിമകളായിട്ട് കൊണ്ടു നടക്കാം. ഒപ്പം പ്രവർത്തിച്ചിരുന്ന കറുത്ത വർഗ്ഗക്കാരെ പെട്ടെന്ന് തന്നെ ഇവർ അടിമകളാക്കി മാറ്റി. അങ്ങനെ മുമ്പുണ്ടായിരുന്ന 2 ഗ്രൂപ്പ് വ്യത്യസ്തമായിട്ടുള്ള വേറെ 2 ഗ്രൂപ്പുകളായിട്ട് മാറി. ഒരു ഗ്രൂപ്പ് കുറേ കൂടി പവർഫുള്ളായി മാറി. മറ്റേ ഗ്രൂപ്പ് അങ്ങ് ക്ഷയിച്ച് ഒന്നും തന്നെ അല്ലാതെയായി മാറി. ധനികരായിട്ടുള്ള വെള്ളവർഗ്ഗക്കാരുടെ ഗ്രൂപ്പാണ് ശക്തമായിട്ടുള്ള ഗ്രൂപ്പ്. ഒന്നും ചെയ്യാൻ സാധിക്കാത്ത നിർധനരായിട്ടുള്ള പാവപ്പെട്ട കറുത്ത വർഗ്ഗക്കാർ രണ്ടാമത്തെ ഗ്രൂപ്പ്. അവർ പിന്നീടുള്ള കാലഘട്ടങ്ങൾ അവരും അവരുടെ അടുത്ത തലമുറകളും അടിമകളായിട്ട് അടിമപ്പണി ചെയ്ത് വെള്ളവർഗ്ഗക്കാരോടൊപ്പം കഴിഞ്ഞു. വെള്ളവർഗ്ഗക്കാരും കറുത്ത വർഗ്ഗക്കാരും മാത്രമല്ല ആ കാലഘട്ടത്തിൽ അമേരിക്കയിൽ ഉണ്ടായിരുന്നത്. നേറ്റീവ് അമേരിക്കൻസ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഗോത്ര വിഭാഗങ്ങളുണ്ട്. അവർക്കും വെള്ളവർഗ്ഗക്കാരുടെ കയ്യിൽ നിന്നും ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങളാണ് നേരിടേണ്ടി വന്നത്. അതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് തെക്ക് പടിഞ്ഞാറൻ മേഖലയായിട്ടുള്ള ന്യൂ മെക്സിക്കോയിൽ നടന്നത്. ആ കാലഘട്ടത്തിൽ ന്യൂ മെക്സിക്കോ ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരല്ല, സ്പാനിഷുകാരാണ്. അവിടെ നേറ്റീവ് അമേരിക്കൻസ് ഉണ്ട്. പ്യൂബ്ലോ എന്ന് പറയപ്പെടുന്ന ഒരു ക്ലാൻ.
പ്യൂബ്ലോയ്ക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസ രീതികളുണ്ട്, പക്ഷേ സ്പാനിഷുകാർ അതിൽ കൈകടത്തി. നിങ്ങളുടെ വിശ്വാസ രീതികളൊക്കെ തെറ്റാണ്, അത് അപ്പാടെ ഉപേക്ഷിച്ച് ഞങ്ങളുടെ വിശ്വാസ രീതി നിങ്ങൾ ഫോളോ ചെയ്യണം. ഭക്ഷണം നിഷേധിക്കാം, സ്വാതന്ത്ര്യം നിഷേധിക്കാം, അപ്പോഴൊന്നും പല വിഭാഗം ആളുകളും പ്രതികരിക്കില്ല. എന്നാൽ അവരുടെ വിശ്വാസത്തിനെതിരെ ആരെങ്കിലും കൈകടത്തിക്കഴിഞ്ഞാൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കും. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. പ്യൂബ്ലോ പ്രതിഷേധങ്ങൾ നടത്തി. പ്രൊട്ടസ്റ്റ് പിന്നീട് ശക്തമായിട്ടുള്ള ആക്രമണമായി മാറി. ആ ആക്രമണത്തിൽ സ്പെയിൻകാർ ജയിക്കുമെന്നൊക്കെ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷേ ഒരു അത്ഭുതം നടന്നു. അന്നത്തെ സ്പെയിൻ പടയെ ഈ പ്യൂബ്ലോ ഗോത്ര വിഭാഗത്തിന് തകർക്കാൻ സാധിച്ചു. പിന്നീടുള്ള 12 വർഷക്കാലം ആ മേഖല ഭരിച്ചിരുന്നത് പ്യൂബ്ലോ തന്നെയാണ്. 12 വർഷം അവർക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. 1700-കളുടെ മധ്യമൊക്കെ ആയപ്പോഴേക്കും ബ്രിട്ടീഷുകാരും ഫ്രാൻസും തമ്മിൽ വലിയ ശത്രുതയായി. രണ്ടു പേർക്കും അമേരിക്കയുടെ ഉത്തര മേഖലകൾ വേണം, വിട്ടുകൊടുക്കാൻ ആരും തയ്യാറല്ല. അങ്ങനെ ഫ്രഞ്ച് ഇന്ത്യൻ വാർ ആരംഭിച്ചു. ഇത് 9 വർഷത്തോളം നീണ്ടുനിന്ന ഒരു വലിയ യുദ്ധമാണ്. ആ യുദ്ധത്തിൻ്റെ ഒരു വശത്ത് ബ്രിട്ടീഷുകാരുണ്ട്, ബ്രിട്ടീഷുകാരോടൊപ്പമുള്ളത് അമേരിക്കൻ കോളനിസ്റ്റുകളാണ്. അമേരിക്കൻ കോളനിസ്റ്റ് എന്ന് പറയുമ്പോൾ കുറേയധികം വർഷങ്ങളായിട്ട് യൂറോപ്പിൽ നിന്ന് ഇവിടെ വന്ന് ടൗണുകളൊക്കെ സ്ഥാപിച്ച് കൃഷി ചെയ്ത് അല്ലെങ്കിൽ അടിമകളെ കൊണ്ടുവന്ന് കൃഷി ചെയ്യിപ്പിച്ചൊക്കെ ഉപജീവന മാർഗം കണ്ടെത്തുന്ന വിഭാഗങ്ങളാണ്. ആ അമേരിക്കൻ കോളനിസ്റ്റും ബ്രിട്ടീഷുകാരും ഒരു ഭാഗത്ത്, മറുഭാഗത്തുള്ളത് നേറ്റീവ് അമേരിക്കൻസും ഫ്രാൻസുമാണ്. രണ്ട് കൂട്ടരും തമ്മിൽ ശക്തമായി പൊരുതി. 9 വർഷങ്ങൾക്ക് ശേഷം ആ യുദ്ധത്തിൽ വിജയിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. പക്ഷേ ബ്രിട്ടീഷുകാർ ആ യുദ്ധത്തിൽ വിജയിച്ചെങ്കിലും ആ വിജയം അവർക്ക് നല്ല രീതിയിലൊന്നും ആഘോഷിക്കാൻ സാധിച്ചില്ല. കാരണം 9 വർഷം നീണ്ട യുദ്ധത്തിനൊടുവിൽ ബ്രിട്ടീഷുകാർ വലിയ കടക്കണിയിലായി. വലിയ വലിയ കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് പണം അവർ വായ്പയായിട്ട് എടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷ് രാജാവ് ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട ബെനിഫിഷ്യറി അത് അമേരിക്കൻ കോളനിസ്റ്റുകളാണ്. കാരണം ബ്രിട്ടീഷുകാർ ആ സ്ഥലത്തില്ലല്ലോ. ബ്രിട്ടീഷുകാർക്ക് ഈ കോളനിസ്റ്റുകളെ സഹായിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള കടബാധ്യതയൊക്കെ നികത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പെട്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കുറച്ച് സമയമെടുത്ത് നിങ്ങൾ പണം ഉണ്ടാക്കണം. അതിനുശേഷം ടാക്സിൻ്റെ രൂപത്തിൽ ആ പണം ഞങ്ങൾക്ക് അടച്ചു തീർക്കണം. കുറേയധികം നാളത്തേക്ക് പിന്നീട് ബ്രിട്ടീഷ് ആ ഒരു മേഖലയിലേക്ക് നോക്കിയിട്ടേയില്ല. അവരെ സ്വതന്ത്രമായിട്ട് വിട്ടു, പണം ഉണ്ടാക്കാൻ വേണ്ടി വിട്ടു. അതിനുശേഷം ഒരു കൃത്യമായ സമയത്ത് അവർ അമേരിക്കയിൽ ഇടപെട്ടു, ടാക്സ് കളക്ട് ചെയ്യാൻ തുടങ്ങി. 1765-ലാണ് ആദ്യത്തെ ടാക്സ് നടപ്പിലാക്കുന്നത്. സ്റ്റാമ്പ് ടാക്സ്. പേപ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ടാക്സ് അടയ്ക്കണം. പേപ്പർ എന്ന് പറയുമ്പോൾ ലീഗൽ ഡോക്യുമെൻ്റ് മാത്രമല്ല, ന്യൂസ് പേപ്പർ വരും, പ്ലേയിങ് കാർഡ്സ് വരും, അതായത് ചീട്ട് വരും. അതുപോലെ എന്ത് പേപ്പർ കൊണ്ടുണ്ടാക്കിയാലും അതിനെല്ലാം കനത്ത ടാക്സ് ബ്രിട്ടീഷുകാർ ഏർപ്പാടാക്കി. ഇത് ശരിക്കും അമേരിക്കൻ കോളനിസ്റ്റുകളെ വലിയ രീതിയിൽ തന്നെ ബുദ്ധിമുട്ടിച്ചു. അത് പിന്നീട് ഒരു വലിയ പ്രതിഷേധമായിട്ട് മാറി. ആ കാലഘട്ടത്തിൽ അവർ മനോഹരമായിട്ടുള്ള ഒരു സ്ലോഗൻ, ഒരു മുദ്രാവാക്യം ഉണ്ടാക്കിയിരുന്നു: നോ ടാക്സ് വിതൗട്ട് റെപ്രസെൻറ്റേഷൻ. ഞങ്ങൾക്ക് ഭരിക്കാനുള്ള അവകാശം കൂടി തരിക, ഇവിടെ നിയമം ഉണ്ടാക്കുന്നതിൽ ഞങ്ങൾക്ക് കൂടി പങ്കാളിത്തം തരിക. പങ്കാളിത്തം തരാതെ ടാക്സ് അടയ്ക്കാൻ ഞങ്ങൾ കൂട്ടാക്കില്ല. പ്രതിഷേധം ഒരുപാട് വർഷം നീണ്ടുപോയി. 1770-ൽ നിർണായകമായിട്ടുള്ളൊരു സംഭവം അങ്ങ് ബോസ്റ്റണിൽ നടന്നു. ബോസ്റ്റണിൽ നന്നായിട്ട് മഞ്ഞ് പെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അവിടെ തിങ്ങിക്കൂടിയിട്ടുള്ള അമേരിക്കൻ കോളനിസ്റ്റുകൾ മഞ്ഞ് കട്ടകൾ ഉണ്ടാക്കിയെടുത്ത് അല്ലെങ്കിൽ സ്നോബോളുകൾ ഉരുട്ടിയെടുത്ത് അത് അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് നേരെ ആഞ്ഞെറിഞ്ഞു. പട്ടാളക്കാർ ആദ്യമൊക്കെ അത് തടുത്ത് നിർത്താനായിട്ട് ശ്രമിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് അവർക്കും നല്ല ദേഷ്യം തോന്നി. മേല് നൊന്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ദേഷ്യം തോന്നും. പട്ടാളക്കാർക്കാണ് ദേഷ്യം തോന്നുന്നതെങ്കിലോ, അതും 100-300 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടമാണെങ്കിലോ, ഉറപ്പായിട്ടും അവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ വിലപ്പെട്ട ആയുധമെടുത്തു. തോക്കെടുത്ത് മുമ്പിലുണ്ടായിരുന്ന അമേരിക്കൻ കോളനിസ്റ്റുകളെ വെടിവെക്കാൻ തുടങ്ങി. ബോസ്റ്റൺ മസാക്ര എന്ന പേരിലറിയപ്പെടുന്ന ഈ സംഭവത്തിൽ 5 അമേരിക്കൻ കോളനിസ്റ്റുകൾ മരണമടഞ്ഞു. സ്റ്റാമ്പ് ടാക്സ് ഒരു തുടക്കം മാത്രമായിരുന്നു. നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഗണ്യമായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ടാക്സ് ഉയർത്തി. അക്കൂട്ടത്തിൽ വരുന്ന ഒന്നായിരുന്നു തേയില. തേയിലയുടെ ടാക്സ് കൂട്ടിയതിനെ തുടർന്ന് വലിയ പ്രതിഷേധമുണ്ടായി. 1773-ൽ ഒരു കൂട്ടം അമേരിക്കൻ കോളനിസ്റ്റുകൾ ബോസ്റ്റൺ ഹാർബറിനോട് ചേർന്ന് നങ്കൂരമിട്ടിരുന്ന ഒരു വലിയ കപ്പൽ നുഴഞ്ഞു കയറി. ആ കപ്പലിൻ്റെ ഉള്ളിലുണ്ടായിരുന്നതെല്ലാം വലിയ വലിയ പെട്ടികളായിരുന്നു. ആ പെട്ടികളുടെയൊക്കെ ഉള്ളിൽ അനവധി പാക്കറ്റുകളിലായിട്ട് ഒരുപാട് ചായപ്പൊടിയും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ തേയിലപ്പൊടിയും ഉണ്ടായിരുന്നു.
അതിനുശേഷം ആ കപ്പലിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന 342 തടിപ്പെട്ടികൾ അടങ്ങിയിരുന്ന വലിയ ചായപ്പൊടികൾ അവർ നേരെ സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതിനെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് വിളിക്കുന്നത്. ഇത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് വലിയ തിരിച്ചടിയായിരുന്നു, അതുപോലെ നാണക്കേടും. അതിനെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജാവ് പുതിയൊരു നിയമം കൊണ്ടുവന്നു. അതുവരെ ബോസ്റ്റണിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഭരണമായിരുന്നു. ബോസ്റ്റണിലുള്ള ആളുകൾക്ക് സ്വയം ഭരിക്കാം, പക്ഷേ ടാക്സ് അടയ്ക്കണമെന്ന് മാത്രം. ഈ ഒരു സംഭവത്തിനെ തുടർന്ന് അവരുടെ സ്വയം ഭരണം പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞു. അത് ശരിക്കും ഒരു ജയിലറയായിട്ട് മാറി. ജയിൽ മതിലുകളില്ലാത്ത ഒരു വലിയ ജയിലറ. ആ ജയിലറയിലുണ്ടായിരുന്ന ആളുകൾ നരകിക്കാൻ തുടങ്ങി. ഹാർബറിലേക്ക് കാര്യമായിട്ട് പിന്നീട് കപ്പലുകളൊന്നും വന്നില്ല. ബ്രിട്ടീഷുകാരുടെ ഈ ചൂഷണത്തിനെതിരെ ഒരു വലിയ യുദ്ധം ആരംഭിക്കാനായി കോളനിസ്റ്റുകൾ തീരുമാനിച്ചു. അവരുടെ പക്കൽ ആയുധമില്ല. ആയുധമുള്ളതൊക്കെ ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ്. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും അവർ ആയുധങ്ങൾ മോഷ്ടിക്കാൻ ആരംഭിച്ചു. പല ക്യാമ്പുകളിലും രാത്രികളിൽ പോയി അവർ തോക്കുകൾ മോഷ്ടിച്ചു. അങ്ങനെ ഒരിക്കൽ തോക്കുകളൊക്കെ മോഷ്ടിച്ച് ഒരു കൂട്ടം കർഷകർ ഇങ്ങനെ ഒരു വലിയ പുൽമേടിലൂടെ നടക്കുകയായിരുന്നു. അങ്ങനെ നടക്കുന്നതിനിടയിൽ അവർക്ക് ചുറ്റുമായി ബ്രിട്ടീഷ് ആർമി കൂടി. അവർ ശരിക്കും ട്രാപ്ഡായിപ്പോയി. ഇത്തരത്തിൽ തോക്കുകൾ മോഷ്ടിക്കുന്ന വിവരം ബ്രിട്ടീഷുകാർ എങ്ങനെയോ മണത്തറിഞ്ഞു. അങ്ങനെയാണ് ഈ ഫാർമേഴ്സ് കുടുങ്ങുന്നത്. ട്രാപ്ഡായിട്ടുള്ള ഫാർമേഴ്സിന്, കർഷകർക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവുമില്ല. കയ്യിൽ തോക്കുകളുണ്ട്, എന്നാൽ തങ്ങളെക്കാൾ അധികം തോക്കുകളുമായി തങ്ങളെക്കാൾ ഒരുപാട് എണ്ണത്തിലുള്ള സൈനികരും തങ്ങളുടെ ചുറ്റിനുമുണ്ട്. കീഴടങ്ങുകയല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല. കുറച്ചു നേരത്തേക്ക് അവിടെ മുഴുവനും നിശബ്ദതയായിരുന്നു. എന്നാൽ ആ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് പെട്ടെന്ന് ഒരു വെടിയുണ്ടയുടെ ശബ്ദം. ആരാണ് വെടിയുണ്ട ഉതിർത്തതെന്ന് ആർക്കും അറിയില്ല. ബ്രിട്ടീഷുകാരാണോ അതോ ആ കർഷകരാണോ, ഒരു ധാരണയുമില്ല. അവിടെ വെടിവെക്കേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. കാരണം വെടിവെപ്പിലൂടെ വിജയിക്കാൻ സാധിക്കുന്ന ഒരു യുദ്ധമല്ല. ഫാർമേഴ്സ് ഇപ്പോൾ കീഴടങ്ങും. ഫാർമേഴ്സിനെ കീഴ്പ്പെടുത്താൻ ബ്രിട്ടീഷുകാർക്ക് സാധിക്കും. രണ്ട് കൂട്ടർക്കും അതിൽ ധാരണയുണ്ട്. പക്ഷേ ആരോ ഒരാൾ വെടിവെച്ചു. അതിനെ തുടർന്ന് അവിടെ തുരുതുര വെടിവെപ്പായിരുന്നു. ആ വെടിവെപ്പിൽ അവിടെ ഉണ്ടായിരുന്ന കർഷകരെ എല്ലാവരെയും ബ്രിട്ടീഷുകാർ കൊന്നുകളഞ്ഞു. ഇതൊരു തുടക്കമാണ്, ഒരു വലിയ യുദ്ധത്തിൻ്റെ തുടക്കം. അതിൻ്റെ തൊട്ടടുത്ത വർഷം 1776 അമേരിക്കൻ കോളനിസ്റ്റുകളുടെ നേതാക്കളെല്ലാം ഫിലാഡൽഫിയയിൽ ഒത്തുകൂടി. അവരെല്ലാവരും ചേർന്ന് ഒരു ലെറ്റർ പബ്ലിഷ് ചെയ്തു. ആ ലെറ്റർ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ലെറ്ററായിരുന്നു. അതെഴുതിയത് പവർഫുള്ളായിട്ടുള്ള ഒരു എഴുത്തുകാരനുമായിരുന്നു. അതാണ് തോമസ് ജെഫേഴ്സൺ. അവരെഴുതിയ ആ ലെറ്ററിൻ്റെ പേരാണ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഒരുപോലെയാണ്. ആർക്കും മറ്റൊരാളുടെ മേൽ ഒരു അധികാരവുമില്ല. അമേരിക്ക ഇനി മുതൽ സ്വതന്ത്രമാണ്. ബ്രിട്ടീഷുകാർക്ക് ഇവിടെ ഒരു സ്ഥാനവുമില്ല. ഇത് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വാചകമാണ്. ഈ വാചകം പിന്നീട് പല ആളുകളും ആവർത്തിച്ച് ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു ലെറ്റർ ഉണ്ടാക്കി വായിച്ചതോടുകൂടി സ്വാതന്ത്ര്യം അവർക്ക് കിട്ടില്ല. ലെറ്റർ എഴുതാനും അത് വായിക്കാനും ഒക്കെ എളുപ്പമാണ്. എന്നാൽ അത് പിടിച്ചടക്കാൻ കുറച്ച് പ്രയാസമാണ്. അത് പിടിച്ചടക്കാൻ വേണ്ടി അമേരിക്കയുടെ ഒരു വലിയ സംഘം തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു. അവരെ നിയന്ത്രിക്കാനായി, അവരെ കൺട്രോൾ ചെയ്യാനായി വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു നേതാവും ഉണ്ടായിരുന്നു. അതാണ് ജോർജ് വാഷിങ്ടൺ. ജോർജ് വാഷിങ്ടൺ അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സൈനികർക്ക് ഉത്തരവ് കൊടുത്തു. ബ്രിട്ടീഷുകാരെ വെറുതെ വിടാൻ കഴിയില്ല. അവരെല്ലാം തുരത്തണം. അവരെ ഇവിടുന്ന് തുരത്തണമെങ്കിൽ നമ്മൾ തോക്കെടുക്കണം. അവരെക്കാൾ മികച്ച രീതിയിൽ നമുക്ക് പോരാടാൻ സാധിക്കണം. യുദ്ധത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിലൊക്കെ വിജയം ബ്രിട്ടീഷുകാർക്കായിരുന്നു. അത് സ്വാഭാവികമാണ്. കാരണം ബ്രിട്ടീഷുകാർ വെൽ ട്രെയിൻഡ് ആണ്. അവരുടെ കയ്യിലുള്ള തോക്കുകൾ അത് അത്യാധുനികമാണ്. അവരുമായിട്ട് പൊരുതി നിൽക്കുന്നത് തന്നെ ജോർജ് വാഷിങ്ടണും സംഘത്തിനും വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. എങ്ങനെയാണ് ആ അത്ഭുതം സംഭവിച്ചതെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. അതിശക്തരായിട്ടുള്ള ബ്രിട്ടീഷ് ആർമിയെ ജോർജ് വാഷിങ്ടൻ്റെ സംഘത്തിന് പരാജയപ്പെടുത്താൻ സാധിച്ചു. ന്യൂയോർക്കിലെ സരറ്റോഗയിലാണ് ആ യുദ്ധം നടന്നത്. അതുകൊണ്ട് തന്നെ ബാറ്റിൽ ഓഫ് സരറ്റോഗ എന്ന പേരിൽ ആ യുദ്ധം ഈ കാലഘട്ടത്തിലും അറിയപ്പെടുന്നു. ആ യുദ്ധത്തിൽ അമേരിക്ക വിജയിച്ചതോടുകൂടി അമേരിക്കയിലുള്ള അമേരിക്കൻ കോളനിസ്റ്റുകൾക്ക് വലിയ ആത്മവിശ്വാസമാണ് ഉണ്ടായത്. ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ധാരണ ഫ്രാൻസിനും ഉണ്ടായി. അമേരിക്കക്കാർക്ക് ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പായതോടുകൂടി ഫ്രാൻസ് അകമഴിഞ്ഞ് സഹായിക്കാൻ തുടങ്ങി. ഫ്രാൻസിൽ നിന്നും ഒരുപാട് കപ്പലുകൾ അമേരിക്കയെ ലക്ഷ്യം വെച്ച് പുറപ്പെട്ടു. അതിൻ്റെ ഉള്ളിൽ ധാരാളം പണമുണ്ടായിരുന്നു, ഭക്ഷ്യവസ്തുക്കളുണ്ടായിരുന്നു, ആധുനികമായിട്ടുള്ള യുദ്ധക്കോപ്പുകൾ ഉണ്ടായിരുന്നു. പിന്നീടുള്ള 4 വർഷങ്ങൾ വലിയ യുദ്ധമാണ്.
തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള യുദ്ധത്തിൻ്റെ നേരെ വിപരീത രീതിയിലുള്ള യുദ്ധം. മുമ്പ് നടന്നപ്പോൾ ആ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരും അമേരിക്കൻ കോളനിസ്റ്റുകളും ഒരു സഖ്യമായിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അവരുടെ അന്നത്തെ ശത്രുവായിരുന്ന ഫ്രാൻസ് അമേരിക്കൻ കോളനിസ്റ്റുകളുടെ കൂടാണ്. എതിരായിട്ടുള്ളത് ബ്രിട്ടീഷുകാർ ഒറ്റയ്ക്ക്. അത് 4 വർഷത്തോളം നീണ്ടു നിന്ന ശക്തമായിട്ടുള്ള ഒരു യുദ്ധമാണ്. 1781 ജോർജ് വാഷിങ്ടണിന് വിർജീനിയയിലെ യോർക്ക് ടൗണിൽ ട്രാപ്പ് ചെയ്യാൻ സാധിച്ചു. ബ്രിട്ടീഷുകാർക്ക് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവർ പെട്ടുപോയി. കീഴടങ്ങുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. കപ്പൽ മാർഗത്തിലും വേറെയും യുദ്ധം നടക്കുന്നുണ്ട്. ആ യുദ്ധത്തിൽ പ്രധാനപ്പെട്ട എതിരാളി ഫ്രാൻസുകാരാണ്. ഫ്രാൻസുകാരും ബ്രിട്ടീഷുകാരും തമ്മിലാണ് അവിടെ യുദ്ധം നടക്കുന്നത്. ഇങ്ങ് വിർജീനിയയിൽ ട്രാപ്പിലാകുന്ന ആ സമയത്ത് തന്നെ സമുദ്രത്തിലും ഫ്രാൻസ് ബ്രിട്ടീഷുകാരെ ട്രാപ്പ് ചെയ്തു. കരമാർഗത്തിലും അതുപോലെ സമുദ്രത്തിലും നടക്കുന്ന യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടുകൂടി അന്നത്തെ ബ്രിട്ടീഷ് ജനറലായ കോൺവാലിസ് കീഴടങ്ങിയതായി പ്രഖ്യാപിച്ചു. അമേരിക്ക ഇനി സ്വതന്ത്രമാണ്. പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. എല്ലാം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. ഒരു വലിയ മേഖലയാണ്. ആ മേഖലയിൽ തീർത്തും വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരുണ്ട്. ആ മനുഷ്യരെയെല്ലാം ചേർത്ത് പിടിച്ച് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. അതേ വർഷം തന്നെ ആർട്ടിക്കിൾ ഓഫ് കോൺഫെഡറേഷൻ ഉണ്ടാക്കിയെടുത്തു. ഒരു ഗവൺമെൻറ്റായി. പക്ഷേ ഈ ഗവൺമെൻറ്റിന് എല്ലാവരെയും പേടിയാണ്. അവിടെ പല പല ഗോത്ര നേതാക്കന്മാരുണ്ട്, രാജാക്കന്മാരുണ്ട്. ആ രാജാക്കന്മാരെ പേടിയാണ്. അവരെ പ്രീതിപ്പെടുത്തണം. കൂടാതെ ടാക്സ് ഏർപ്പാടാക്കാനും പേടിയാണ്. കാരണം ടാക്സ് ഏർപ്പാടാക്കി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. അതിലൂടെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ടാക്സ് കളക്ട് ചെയ്യാതെ എങ്ങനെയാണ് ഒരു ഗവൺമെൻറ്റിന് നിലനിൽക്കാൻ സാധിക്കുന്നത്? ഇവർക്കൊരു പ്രസിഡൻറ്റും ഉണ്ടായിരുന്നില്ല. പേരിനൊരു ഗവൺമെൻറ്. 1786 വലിയ രീതിയിലുള്ള ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി. കർഷകർക്ക് പണമില്ല. കാരണം തൊട്ടു മുമ്പ് വലിയ യുദ്ധമായിരുന്നല്ലോ. ആ യുദ്ധത്തിലൂടെ വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആ നാശനഷ്ടം നികത്തുന്ന രീതിയിലുള്ള ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. അതിനെ തുടർന്ന് കർഷകർ വലിയ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു. അവർ 1786 ഡാനിയൽ ഷെയ്സ് എന്ന ഒരു നേതാവിൻ്റെ കീഴിൽ കയ്യിലുള്ള ആയുധങ്ങളുമായി തോക്കുകളുമായി ഗവൺമെൻറ്റിനെതിരെ ഒരു മാർച്ച് നടത്തി. പക്ഷേ ഗവൺമെൻറ്റിന് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. ആ പ്രതിഷേധകർക്ക് ശരിക്കും ഒന്ന് പ്രതിഷേധിക്കാൻ പോലുമുള്ള സ്ട്രെങ്ത് ഗവൺമെൻറ്റിനില്ല. അത്രയും ദുർബലമാണ്. അത്രയും ദുർബലമായിട്ടുള്ള ഗവൺമെൻറ്റിനെ കണ്ടപ്പോൾ ജനങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു. ഇതുകൊണ്ടൊരു കാര്യവുമില്ല. നമുക്ക് ഇതിലും ശക്തമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റിനെ ഉണ്ടാക്കിയെടുക്കണം. 1787 ഒരു വേനൽക്കാലത്ത് പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഫിലാഡൽഫിയയിൽ ഒത്തുകൂടി. അവർക്കെല്ലാവർക്കും ഒരു പുസ്തകം ഉണ്ടാക്കണം, ഒരു റൂൾ ബുക്ക്, അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമൊന്നുമല്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നല്ല വലിപ്പമുള്ള വലിയ സ്റ്റേറ്റുകളുണ്ട്, എന്നാൽ വളരെ ചെറിയ സ്റ്റേറ്റുകളുമുണ്ട്. വലിയ സ്റ്റേറ്റുകൾ പറയുന്നത് ജനസംഖ്യ അനുസരിച്ച് അല്ലെങ്കിൽ സ്റ്റേറ്റുകളുടെ വലിപ്പം അനുസരിച്ച് കൂടുതൽ വോട്ട് അവർക്ക് കൊടുക്കണം. അതേസമയം ചെറിയ സ്റ്റേറ്റുകൾ പറയുന്നത് വലിപ്പമൊന്നും നോക്കേണ്ട ആവശ്യമില്ല, എല്ലാ സ്റ്റേറ്റുകൾക്കും ഒരേപോലുള്ള അധികാരമായിരിക്കണം അല്ലെങ്കിൽ വോട്ടായിരിക്കണം കിട്ടേണ്ടത്. അന്ന് രണ്ട് കൂട്ടരെയും സമാധാനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഉണ്ടാക്കിയെടുത്തത്. 2 ഹൗസുകളുണ്ടായി. ഒന്ന് ഹൗസ് ഓഫ് കോൺഗ്രസ്, മറ്റൊന്ന് ഹൗസ് ഓഫ് സെനറ്റ്. ഹൗസ് ഓഫ് കോൺഗ്രസിൽ പോപ്പുലേഷൻ അനുസരിച്ചിട്ടാണ് വോട്ട്. അതായത് വലിപ്പമുള്ള സ്റ്റേറ്റുകൾക്ക് കൂടുതൽ വോട്ട്, വലിപ്പം കുറഞ്ഞ സ്റ്റേറ്റുകൾക്ക് കുറഞ്ഞ വോട്ട്. അതേസമയം ഹൗസ് ഓഫ് സെനറ്റിൽ പോപ്പുലേഷൻ ഒരു ബാധകമേ അല്ല. ഓരോ സ്റ്റേറ്റുകൾക്കും 2 വോട്ട് വീതം. ഹൗസ് ഓഫ് കോൺഗ്രസിൽ കൂടുതൽ വോട്ട് കിട്ടാൻ തെക്കൻ സംസ്ഥാനങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കേണ്ടി വന്നു. കാരണം തെക്കൻ സംസ്ഥാനങ്ങളിൽ ഒരുപാട് അടിമകളുണ്ട് അല്ലെങ്കിൽ ബ്ലാക്സ് ഉണ്ട്. ആ ബ്ലാക്സിന് കൂടെ വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മൊത്തത്തിലുള്ള വോട്ടിൻ്റെ എണ്ണം കൂടും, പോപ്പുലേഷൻ കൂടുതലായിട്ട് കാണിക്കാം. പക്ഷേ ബ്ലാക്സിന് പൂർണ്ണമായിട്ടുള്ളൊരു വോട്ട് കൊടുക്കാൻ പറ്റുമോ? പൂർണ്ണമായിട്ടുള്ള വോട്ടവകാശം അവർക്കുണ്ടെങ്കിൽ അവർ പൂർണ്ണമായിട്ടുള്ള സിറ്റിസൻസ് ആയിട്ട് മാറും. വെള്ളക്കാർക്കും കറുപ്പുകാർക്കും കറുത്ത വർഗ്ഗക്കാർക്കും തമ്മിൽ ഇടയിൽ ഒരു വേർതിരിവും ഇല്ലാതെയാകും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അടിമകളെന്നും അടിമകൾ തന്നെ ആയിരിക്കണം. അവരെപ്പോഴും വെള്ളക്കാരുടെ കാൽ കീഴിലായിരിക്കണം. ക്രൂരമായിട്ടുള്ള ഈ ഒരു ചിന്താഗതിയോടുകൂടി തന്നെ അവർക്ക് 5-3 വോട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അതായത് ഒരു വെള്ളക്കാരന് 1 വോട്ടുണ്ടെങ്കിൽ 1 വോട്ട് പൂർണ്ണമായിട്ടും കറുത്ത വർഗ്ഗക്കാരനില്ല. അയാൾക്ക് 5-3 വോട്ട് മാത്രമേ ഉള്ളൂ. അന്നത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് ഇന്നത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ അത്രയും വലിപ്പമില്ല. കിഴക്കൻ മേഖലയിൽ മാത്രമായിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നത്. കിഴക്കൻ മേഖലയിൽ നിന്നും നമ്മൾ സഞ്ചരിച്ച് മിസിസിപ്പി നദിയുടെ അതിർത്തി വരെ എത്തുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അവസാനിക്കും. അതിനുശേഷമുള്ള വലിയ പ്രദേശം അത് ലൂസിയാന എന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശം ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നത് ഫ്രഞ്ചുകാരാണ്. 1803 അമേരിക്കൻ പ്രസിഡൻ്റ് ആയിരുന്നത് തോമസ് ജെഫേഴ്സൺ ആണ്.
ജെഫേഴ്സണ് ആ മേഖല കൂടി പിടിച്ചടക്കണമെന്ന്, അല്ലെങ്കിൽ അതുകൂടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഭാഗമാക്കണമെന്ന് കലശലായിട്ടുള്ള ആഗ്രഹമുണ്ടായി. അതിൻ്റെ ആദ്യ നടപടി എന്ന രീതിയിൽ അദ്ദേഹം സ്കൗട്ടുകളെ നിയമിച്ചു. സ്കൗട്ടുകളെ ലൂസിയാനയിലേക്ക് അയച്ചു. ആ പ്രദേശങ്ങൾ എത്രമാത്രം വലിപ്പമുണ്ട്, അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, എന്തൊക്കെ റോ മെറ്റീരിയൽസ് ഉണ്ട്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചു. അതിനുശേഷം ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു റിയൽ എസ്റ്റേറ്റ് നടന്നു. 15 മില്യൺ അമേരിക്കൻ ഡോളേഴ്സിന് തോമസ് ജെഫേഴ്സൺ അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്നും ലൂസിയാന വാങ്ങി. അതിനുശേഷമാണ് ഇന്നത്തെ ഏകദേശം വലിപ്പമുള്ള ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ടാകുന്നത്. ഇന്ന് കാണുന്ന എല്ലാ സ്റ്റേറ്റുകളുമില്ല, പക്ഷേ ഏറെക്കുറെ ഇന്നത്തെ മാപ്പും ആ 1803 ശേഷമുള്ള മാപ്പും ഏതാണ്ട് തുല്യമാണ്. ചുരുക്കത്തിൽ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ അമേരിക്ക അതിൻ്റെ വലിപ്പം 2 ഇരട്ടിയാക്കി മാറ്റി. യുദ്ധത്തിൽ തോറ്റെങ്കിലും ബ്രിട്ടീഷുകാർക്ക് വെറുതെ ഇരിക്കാനൊന്നും സാധിച്ചില്ല. കാരണം അമേരിക്കയിൽ നിന്നും ഒരുപാട് പണം ഉണ്ടാക്കാൻ സാധിക്കും, ഒരുപാട് ചൂഷണം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴായി രഹസ്യമായി ബ്രിട്ടീഷുകാർ അമേരിക്കയെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ നാവികസേനയെ പലപ്പോഴായിട്ട് ഇവർ തട്ടിയെടുത്തു. പല ബോട്ടുകളും പോകുമ്പോൾ അതിലുള്ള ആളുകളെ ഇവർ കിഡ്നാപ്പ് ചെയ്ത് അമേരിക്കയുമായിട്ട് വിലപേശും. നിയന്ത്രണം വിട്ടപ്പോൾ അമേരിക്ക ബ്രിട്ടീഷ് കപ്പലുകളെ ആക്രമിക്കാൻ തുടങ്ങി. അതിനെ തുടർന്ന് 1812 വീണ്ടും ഒരു വലിയ യുദ്ധം ആരംഭിച്ചു. ബ്രിട്ടീഷുകാർ ഒരു വലിയ സേനയുമായി അമേരിക്കയുടെ രാജ്യ തലസ്ഥാനമായ വാഷിങ്ടൺ DC പുറപ്പെട്ടു. വൈറ്റ് ഹൗസ് പൂർണ്ണമായിട്ടും കത്തിച്ച് ചാമ്പലാക്കാൻ അവർക്ക് സാധിച്ചു. അമേരിക്കയ്ക്ക് കനത്ത നാശനഷ്ടമാണ്, അതുപോലെ വലിയ മാനഹാനിയും. അമേരിക്ക തിരിച്ചടിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും കുറച്ചധികം നാൾ ആ യുദ്ധം നീണ്ടുനിന്നു. അതിൻ്റെ ഒടുവിൽ അമേരിക്ക യുദ്ധത്തിൽ വിജയിച്ചു. 1873 അമേരിക്ക മൺട്രോയ് ഡോക്ട്രിൻ പബ്ലിഷ് ചെയ്തു. അത് ശരിക്കും യൂറോപ്പിലുള്ള രാജാക്കന്മാർക്കുള്ള ഒരു വാണിംഗ് ആണ്. നിങ്ങളിനി അമേരിക്കയിലേക്ക് വരാനേ പാടില്ല. അമേരിക്ക നിങ്ങളുടെ മുൻപിൽ കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ചൂഷണം ചെയ്യണമെങ്കിൽ ലോകത്തിൻ്റെ വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് പോയിക്കോളൂ, ഇങ്ങോട്ട് വരണ്ട. അമേരിക്കയുടെ ഈ ചരിത്രം കേൾക്കുമ്പോൾ ഒരിക്കലും അമേരിക്ക നായകനായിട്ടും ബ്രിട്ടീഷുകാർ വില്ലനായിട്ടും കരുതരുത്. ബ്രിട്ടീഷുകാരേക്കാൾ വലിയ വില്ലന്മാരായിരുന്നു അമേരിക്കക്കാർ. ബ്രിട്ടീഷുകാർ ചെയ്തിട്ടില്ലാത്ത ക്രൂരമായിട്ടുള്ള പല പ്രവൃത്തികളും ചെയ്യാൻ അമേരിക്കക്കാർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ലൂസിയാന എന്ന ഒരു വലിയ പ്രദേശം പണം കൊടുത്ത് മേടിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അത് അവിടുത്തെ യഥാർത്ഥ ജനങ്ങളിൽ നിന്ന് മേടിച്ചിട്ടുള്ള സ്ഥലമല്ല. ആ പ്രദേശം ശരിക്കും അടക്കി ഭരിച്ചിരുന്നത് ഫ്രഞ്ചുകാരാണ്. ആ ഫ്രഞ്ചുകാർക്ക് പൈസ കൊടുത്തിട്ടാണ് മേടിച്ചിരിക്കുന്നത്. അവിടുത്തെ യഥാർത്ഥ അവകാശികൾ അവിടുത്തെ നേറ്റീവ് അമേരിക്കൻസ് ആണ്. ആ നേറ്റീവ് അമേരിക്കൻസിനെ ക്രൂരമായിട്ട് ചൂഷണത്തിന് വിധേയമാക്കുകയാണ് പിന്നീട് അമേരിക്ക. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ആൻഡ്രൂ ജാക്സൺ വളരെ ക്രൂരമായിട്ടുള്ള ഒരു നിയമം പാസാക്കി, ഇന്ത്യൻ റിമൂവൽ ആക്ട്. പടിഞ്ഞാറ് മേഖലയിലുള്ള ഇന്ത്യക്കാരെ അവിടെ നിന്നും നീക്കം ചെയ്യുന്ന ഒരു നിയമം. ഫലഭൂഷ്ടമായിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് അവരെ നീക്കം ചെയ്യുന്നു. ആ പ്രദേശം ഇനി അങ്ങോട്ട് ഭരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവിടെ ജീവിക്കാൻ പോകുന്നത്, കൃഷി നടത്താൻ പോകുന്നതൊക്കെ കിഴക്കൻ മേഖലയിലുണ്ടായിരുന്ന അമേരിക്കൻ കോളനിസ്റ്റുകളാണ്. അവർക്ക് വേണ്ടി അവിടെ നൂറ്റാണ്ടുകളായി താമസിച്ചിരുന്ന നേറ്റീവ് അമേരിക്കൻസിനെ അവിടെ നിന്നും നീക്കം ചെയ്യുന്നു. അതും വളരെ ക്രൂരമായിട്ടുള്ള രീതിയിലാണ് നീക്കം ചെയ്യുന്നത്. ഒക്ലഹോമയിലേക്കാണ് അവരെ പറഞ്ഞു വിടുന്നത്. ആ കാലഘട്ടത്തിൽ വാഹനങ്ങളൊന്നുമില്ലല്ലോ. ഇവിടെയുള്ള നേറ്റീവ് ഇന്ത്യൻസിനോട് പറഞ്ഞു, നിങ്ങൾക്കിവിടെ താമസിക്കാൻ കഴിയില്ല, ആയിരക്കണക്കിന് വരും, അല്ലെങ്കിൽ 10,000 നേറ്റീവ് ഇന്ത്യൻസ് വരും. അവരോട് പറഞ്ഞു, ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് അങ്ങ് ഒക്ലഹോമയിലേക്ക് പോകണം. ഒക്ലഹോമയിലേക്ക് 100 കിലോമീറ്റർ ദൂരമുണ്ട്. നേറ്റീവ് അമേരിക്കൻസ് അവരുടെ വേണ്ടപ്പെട്ട പല വസ്തുക്കളും കയ്യിൽ കരുതിക്കൊണ്ട് അവരുടെ പ്രിയപ്പെട്ട ഭൂമിയെ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച് മനസ്സില്ലാ മനസ്സോടുകൂടി ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടു. ഈ യാത്രയാണ് ട്രെയിൽ ഓഫ് ടീയേഴ്സ് എന്നറിയപ്പെടുന്നത്. കണ്ണീരിൻ്റെ പാത. ശരിക്കും അതൊരു കണ്ണീരിൻ്റെ പാത തന്നെയായിരുന്നു. അങ്ങോട്ട് യാത്ര പുറപ്പെട്ട ആളുകൾക്കൊന്നും അവിടം വരെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അതിനിടയിൽ പലരും പട്ടിണി കിടന്ന് ഒരു വെള്ളം പോലും കുടിക്കാൻ സാധിക്കാതെ പെടഞ്ഞ് മരണമടഞ്ഞു. അമേരിക്കൻ ചരിത്രത്തിൽ ഉറങ്ങാത്ത മുറിവായി അളിഞ്ഞ് ഇപ്പോഴും ആ ഒരു ചരിത്രം നിഴലിച്ച് കിടപ്പുണ്ട്. ഇന്നത്തെ അമേരിക്കയുടെ ഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്ന കാലിഫോർണിയ, ടെക്സാസ് മേഖലകളൊന്നും 1800കളുടെ മധ്യകാലഘട്ടങ്ങളിൽ അമേരിക്കയുടെ ഭാഗമല്ല. അതൊക്കെ തെക്കൻ രാജ്യമായിട്ടുള്ള മെക്സിക്കോയുടെ ഭാഗമാണ്. ഇന്നും അമേരിക്കയുടെ ഒരു അതിർത്തി രാജ്യമാണ് മെക്സിക്കോ. എന്നാൽ ആ മെക്സിക്കോയുടെ കയ്യിലുണ്ടായിരുന്ന പ്രദേശങ്ങളായിരുന്നു ഇന്നത്തെ അമേരിക്കയുടെ പ്രദേശങ്ങളായിട്ടുള്ള കാലിഫോർണിയയും ടെക്സാസും. അമേരിക്കൻ കോളനിസ്റ്റുകൾക്ക് ആ പ്രദേശം കൂടി കീഴടക്കണമെന്നുള്ള ഒരു അത്യാഗ്രഹമുണ്ടായി.
അതിനെ തുടർന്ന് മെക്സിക്കോയുമായി 1846 ഒരു യുദ്ധം ആരംഭിച്ചു. ആ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് വളരെ ഈസിയായി തന്നെ മെക്സിക്കോയെ പരാജയപ്പെടുത്താനും അവരുടെ ഒരു വലിയ പ്രദേശം തന്നെ കീഴടക്കാനും സാധിച്ചു. അങ്ങനെയാണ് കാലിഫോർണിയയും ടെക്സാസും ഒക്കെ അമേരിക്കയുടെ ഭാഗമായി മാറിയത്. യഥാർത്ഥത്തിൽ അമേരിക്ക ഇന്ന് കയ്യിൽ വെച്ചുകൊണ്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട വലിയ പ്രദേശങ്ങളൊക്കെ യഥാർത്ഥത്തിൽ മെക്സിക്കോയ്ക്ക് അവകാശപ്പെട്ടതായിരുന്നു. അവരുടെ പ്രദേശങ്ങൾ ക്രൂരമായി പിടിച്ചടക്കിയതാണ്. പിടിച്ചടക്കിയതിനു ശേഷം മെക്സിക്കോയ്ക്ക് ഒരു രീതിയിലും അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി വലിയ വലിയ മതിലുകൾ പണിതുണ്ടാക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ പുരുഷന്മാർ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കി പബ്ലിഷ് ചെയ്തു. അതുപോലെയൊന്ന് 1848 അമേരിക്കയിലെ സ്ത്രീകളും എഴുതി അത് പബ്ലിഷ് ചെയ്തു. അതാണ് ഡിക്ലറേഷൻ ഓഫ് സെൻറ്റിമെൻറ്റ്. പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീക്കും സ്വാതന്ത്ര്യമുണ്ട്. പുരുഷന്മാർക്ക് എത്രമാത്രം സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ സാധിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ സ്വാതന്ത്ര്യം ആഘോഷിക്കാനുള്ള അവകാശം സ്ത്രീകൾക്കുമുണ്ട്. പുരുഷന് ജോലി ചെയ്യാൻ സാധിക്കുമെങ്കിൽ സ്ത്രീക്കും അതേപോലുള്ള ജോലികൾ ചെയ്യാൻ സാധിക്കണം. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ സെനറ്റ് ഫോൾസിൽ ഒത്തുകൂടി. അവിടെയാണ് അവർ ഡിക്ലറേഷൻ ഓഫ് സെൻറ്റിമെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. മുമ്പ് പുരുഷന്മാർ എഴുതിയുണ്ടാക്കിയിട്ടുള്ള വാചകം ഇങ്ങനെയായിരുന്നു: ഓൾ മെൻ ആർ ക്രിയേറ്റഡ് ഈക്വൽ. സ്ത്രീകൾ അതങ്ങ് തിരുത്തി. ഓൾ മെൻ ആർ ക്രിയേറ്റഡ് ഈക്വൽ എന്നല്ല, ഓൾ മെൻ ആൻഡ് വുമൻ ആർ ക്രിയേറ്റഡ് ഈക്വൽ. രണ്ടുപേരെയും ഒരുപോലെ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഒരേപോലുള്ള സ്വാതന്ത്ര്യം തന്നെ വേണം. പിന്നീട് അങ്ങോട്ടുള്ള കാലങ്ങളിൽ സ്ലേവറി അല്ലെങ്കിൽ അടിമത്വം ഒരു വലിയ ആർഗ്യുമെൻ്റായിട്ട് മാറി. അമേരിക്കയിലെ ഉത്തരമേഖലയിലുള്ള സ്റ്റേറ്റുകൾക്കൊന്നും സ്ലേവറിയോട് ഒട്ടും താല്പര്യമില്ല, അടിമത്തം വേണ്ട. അതേസമയം ദക്ഷിണ മേഖലയിലുള്ള സ്റ്റേറ്റുകൾക്കൊക്കെ അടിമത്തം വേണം. സൗത്തിൽ അടിമത്തം വേണമെന്ന് മാത്രമല്ല, ആ അടിമത്വം നോർത്തിലേക്കും വ്യാപിപ്പിക്കണം. നോർത്തേൺ സ്റ്റേറ്റ്സിലൊന്നും അടിമത്തം ഇല്ലാത്തത് കൊണ്ട് തന്നെ സദേൺ സ്റ്റേറ്റിലുള്ള പല അടിമകളും അവിടെ നിന്ന് നോർത്തിലേക്ക് ഒളിച്ചോടിപ്പോയി. നോർത്തിലേക്ക് ഒളിച്ചോടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ അടിമകളല്ല. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് സദേൺ സ്റ്റേറ്റ്സിലുള്ള വെള്ളവർഗ്ഗക്കാർ ഉണ്ടാക്കിയെടുത്തത്. 1880 നിരവധി പ്രതിഷേധങ്ങളെ തുടർന്ന് ഗവൺമെൻറ്റിന് പുതിയൊരു നിയമം പാസ്സാക്കേണ്ടി വന്നു. അതാണ് ഫുജിറ്റീവ് സ്ലേവ് ആക്ട്. ഈ നിയമം അനുസരിച്ച് മുൻപ് സൗത്തിൽ നിന്നും നോർത്തിലേക്ക് ഒളിച്ചോടി പോയിട്ടുള്ള ആളുകളെ സൗത്തിലുള്ള ആളുകൾക്ക് നോർത്തിൽ വന്ന് പിടികൂടി തിരിച്ചു കൊണ്ടുപോകാം. നോർത്തുകാർക്ക് ഇത് സഹിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമായിരുന്നു. കാരണം അവരുടെ നാട്ടിൽ, അവരുടെ പ്രദേശത്തിൽ അത്തരത്തിലുള്ള അടിമകൾ ഉണ്ടാവാൻ പാടില്ല. അവിടെയുള്ള ആളുകളെല്ലാം മനുഷ്യരാണ്, എല്ലാവരും തുല്യരാണ്. എന്നാൽ അവരുടെ വീടുകളിൽ കടന്നു ചെന്ന് സൗത്തിൽ നിന്ന് ഒളിച്ചോടി വന്നിട്ടുള്ള കറുത്ത വർഗ്ഗക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്നത് അവർക്കൊട്ടും തന്നെ സഹിക്കാൻ സാധിക്കില്ല. അങ്ങനെ അമേരിക്ക രണ്ട് തട്ടിലായി. അടിമത്തം വേണ്ടെന്ന് വാദിക്കുന്ന നോർത്തേൺ സ്റ്റേറ്റ്സ് ഒരു ഭാഗത്ത്, അടിമത്തം എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കണമെന്ന് വാദിക്കുന്ന സദേൺ സ്റ്റേറ്റ്സ് രണ്ടാമത്തെ തട്ടിൽ. ഇതുമായി കണക്ട് ചെയ്യുന്ന ഒരു ചരിത്ര സംഭവമുണ്ട്. ഡോക്ടർ എമേഴ്സണും അദ്ദേഹത്തിൻ്റെ സ്ലേവായിട്ടുള്ള ഡ്രെഡ് സ്കോട്ടും. ഇവർ രണ്ടുപേരും താമസിക്കുന്നത് മിസോറിയിലാണ്. മിസോറി സ്റ്റേറ്റ് അടിമത്തമുള്ള സ്റ്റേറ്റാണ്. ഡോക്ടർ എമേഴ്സന് ഇലനോയിസിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. ഇലനോയിസ് പക്ഷേ ഒരു അടിമ സ്റ്റേറ്റ് ആയിരുന്നില്ല. അത് സ്വാതന്ത്ര്യമുള്ള നോർത്തേൺ സ്റ്റേറ്റ്സിൻ്റെ കീഴിൽ വരുന്ന ഒരു പ്രദേശമായിരുന്നു. ഇലനോയിസിൽ നിന്ന് പിന്നീട് വിസ്കോൺസിലേക്ക് പോയി. അവിടെയും അടിമത്വമില്ല. അവിടെ എത്തിച്ചേർന്ന ഡ്രെഡ് സ്കോട്ട് പിന്നീട് അടിമയല്ല. അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ സാധിക്കും. പിന്നീട് അടിമയെപ്പോലെയല്ല അദ്ദേഹം അവിടെ ജീവിച്ചത്. അദ്ദേഹം ജീവിച്ചത് ഒരു ജോലിക്കാരനെ പോലെയാണ്. ഒരു ജോലിക്കാരനുള്ള എല്ലാ അവകാശവും അദ്ദേഹത്തിന് വിസ്കോൺസിനിൽ നിന്ന് കിട്ടിയിരുന്നു. ഡ്രെഡ് സ്കോട്ട് വിവാഹം ചെയ്തു. അവർക്ക് കുട്ടികളുണ്ടായി. ഒരു വലിയ കുടുംബമുണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചു. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞു പോകുമ്പോഴാണ് ഡോക്ടർ എമേഴ്സൺ അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രദേശമായിട്ടുള്ള മിസൂറിയിലേക്ക് തിരിച്ചു പോകുന്നത്. പിന്നീട് കുറച്ച് നാളുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ എമേഴ്സൺ മരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഡ്രെഡ് സ്കോട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ആവശ്യപ്പെട്ടു, എൻ്റെ സ്വാതന്ത്ര്യം എനിക്ക് തിരിച്ചു തരണം, അതിനാവശ്യമായിട്ടുള്ള പണം തരാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഡോക്ടർ എമേഴ്സൻ്റെ ഭാര്യ ആ അടിമയെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. നീ എന്നും എൻ്റെ അടിമയായിട്ട് തന്നെ തുടരണം, അവർ ശഠിച്ചു. ഡ്രെഡ് സ്കോട്ടിന് വേറെ മാർഗമൊന്നുമില്ലായിരുന്നു. അദ്ദേഹം നേരെ കോടതിയിലേക്ക് പോയി. ആദ്യം പോകുന്നത് ലോക്കൽ കോർട്ടിലാണ്. ആ പ്രദേശത്തുണ്ടായിരുന്ന ഒരു കോടതിയിലേക്കാണ്. കോടതിയിൽ പോയി അദ്ദേഹം വാദിച്ചു, മിസോറിയിൽ ഞാൻ ജീവിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്, അത് അടിമ സ്റ്റേറ്റാണ്. പക്ഷേ പിന്നീടുള്ള എൻ്റെ കാലമൊക്കെ ഡോക്ടർ എമേഴ്സണോടൊപ്പം മറ്റൊരു സ്റ്റേറ്റിലായിരുന്നു, ഇലനോയിസിലായിരുന്നു. അവിടെ അടിമത്വമില്ല. അങ്ങനെ അടിമത്വമില്ലാത്ത ഒരു പ്രദേശത്ത് താമസിച്ച് എനിക്ക് അടിമയായിട്ട് ഇനി തുടരേണ്ട ആവശ്യമില്ല.
എനിക്ക് സ്വാതന്ത്ര്യം തരണം. ലോക്കൽ കോർട്ട് അദ്ദേഹത്തിന് അനുകൂലമായിട്ടാണ് നിയമം പാസ്സാക്കുന്നത്, വിധി പാസ്സാക്കുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും എമേഴ്സൻ്റെ ഭാര്യ വെറുതെ ഇരുന്നില്ല. അവർ പിന്നീട് ഹയർ കോർട്ടുകളിലേക്ക് പോയി. കോടതി വ്യവഹാരം പിന്നീട് ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിന്നു. ഹയർ കോർട്ടുകളിലേക്ക് പോയി ഒടുവിൽ അത് സുപ്രീം കോർട്ടിൻ്റെ മുൻപിൽ വരെ എത്തിച്ചേർന്നു. അപ്പോഴേക്കും നിയമവ്യവഹാരങ്ങൾ ആരംഭിച്ചിട്ട് 11 വർഷങ്ങൾ പിന്നിട്ടിരുന്നു. സുപ്രീം കോർട്ടിൻ്റെ അന്തിമ വിധിക്ക് വേണ്ടി എല്ലാവരും കാതു കൂർപ്പിച്ചിരുന്നു. നോർത്തേൺ സ്റ്റേറ്റ്സ് വിശ്വസിക്കുന്നത് സുപ്രീം കോടതി ഡ്രെഡ് സ്കോട്ടിന് അനുകൂലമായിട്ടുള്ളൊരു വിധി പ്രഖ്യാപിക്കുമെന്നാണ്. അതേസമയം സദേൺ സ്റ്റേറ്റ് വിശ്വസിക്കുന്നത് സുപ്രീം കോർട്ട് അദ്ദേഹത്തിന് എതിരെയുള്ള ഒരു നിയമമായിരിക്കും പാസ്സാക്കുന്നതെന്നാണ്. എന്ത് വിധിയാണെങ്കിലും അമേരിക്കയുടെ ഇനി അങ്ങോട്ടുള്ള ചരിത്രത്തിൽ അത് വലിയ രീതിയിലുള്ള ഒരു പങ്ക് വഹിക്കും. അമേരിക്ക ഒരു അടിമ രാജ്യമായിട്ട് മുന്നോട്ട് പോകണോ, അതോ എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമായി മാറണോ, അതെല്ലാം ഈ വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. 1857 മാർച്ച് മാസം 6-ാം തീയതി ചീഫ് ജസ്റ്റിസായ റോജർ ചാനി നോർത്തേൺ സ്റ്റേറ്റ്സിലുള്ള ആളുകളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിധി പ്രഖ്യാപിച്ചു. നിങ്ങളൊരു കറുത്ത വർഗ്ഗക്കാരനാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് കോടതിയിൽ വരാൻ സാധിക്കുന്നത്? നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു സിറ്റിസൺഷിപ്പ് പോലും ഈ രാജ്യത്തില്ല. അങ്ങനെ പൂർണ്ണ സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് കോടതിയുടെ മുൻപിൽ ഒരു അവകാശവുമായിട്ട് വന്ന് നിൽക്കാൻ സാധിക്കുന്നത്? നിങ്ങൾക്ക് ഈ കോടതിയിൽ വന്ന് നിൽക്കാനുള്ള അധികാരം പോലുമില്ല. കാരണം നിങ്ങളൊരു അടിമയാണ്, നിങ്ങളൊരു കറുത്ത വർഗ്ഗക്കാരനാണ്. എന്നേക്കുമായിട്ട് നിങ്ങൾ ഇനി അങ്ങനെ തന്നെ തുടരും. ഡോക്ടർ എമേഴ്സൻ്റെ വിധവയായ ഭാര്യയുടെ എന്നേക്കുമായിട്ടുള്ള അടിമയായിട്ട് നിങ്ങൾ മാറും. അവർ വേറെ ആർക്കെങ്കിലും വിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ അടിമയായിരിക്കും. ഇനി ഡോക്ടർ എമേഴ്സൻ്റെ ഭാര്യ മരിക്കുകയാണെങ്കിൽ പിന്നീട് വരുന്ന അവരുടെ അടുത്ത തലമുറ ആയിരിക്കും നിങ്ങളുടെ യജമാനന്മാർ. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, നിങ്ങൾ എന്നേക്കുമായിട്ട് അടിമയായിട്ട് മാറും. സുപ്രീം കോടതി തന്നെ പറയുകയാണ്, നിങ്ങളുടെ ത്വക്കിൻ്റെ നിറം കറുപ്പാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അവകാശവുമില്ല, നിങ്ങൾ ഒരു അടിമയായിട്ട് തന്നെ തുടരുമെന്ന്. സുപ്രീം കോടതിയുടെ വിധി നേരെ തിരിച്ചായിരുന്നെങ്കിൽ അമേരിക്കൻ ചരിത്രം തന്നെ മാറി മറിഞ്ഞേനെ. ഈ വിധിയിലൂടെ ഇനി ഫ്രീ സ്റ്റേറ്റ്സ് ഇല്ലെന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടിയല്ലേ വരുന്നത്. കാരണം ആ വിധിയിൽ പറയുന്നത് സദേൺ സ്റ്റേറ്റ് അല്ലെങ്കിൽ നോർത്തേൺ സ്റ്റേറ്റ്, ഫ്രീ സ്റ്റേറ്റ്, സ്ലേവ് സ്റ്റേറ്റ് ഒന്നൊന്നുമല്ല. അമേരിക്കയിൽ കറുത്ത നിറമുള്ള ആളുകളെല്ലാം അടിമകളാണെന്നാണ് ഇതിൽ പറയാതെ പറഞ്ഞിരിക്കുന്നത്. ഈ വിധി വന്നതോടുകൂടി അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റുകളും ഒരുപോലെ തന്നെ സ്ലേവ് സ്റ്റേറ്റ്സ് ആയിട്ട് മാറി. നോർത്തേൺ സ്റ്റേറ്റ്സിന് ഇനി ഒരു പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല. അവിടെ കറുത്തവർഗ്ഗക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ കുതിരകളെ പോലെയാണ്, അല്ലെങ്കിൽ ഒരു കസാരയെ പോലെ എന്തും ചെയ്യാൻ സാധിക്കുന്ന വെറും ഒരു പ്രോപ്പർട്ടി മാത്രമാണ്. ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നോർത്തേൺ സ്റ്റേറ്റ്സിൽ നിന്നും ഉണ്ടാകുന്നത്. ഒരു അഡ്വക്കേറ്റ് ആയിരുന്ന ഒരു വ്യക്തി ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. മുൻപെങ്ങുമില്ലാത്തത്ര കാര്യശേഷി അയാളുണ്ടായി, നേതൃപാഠവും അയാളുണ്ടായി. കാരണം ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ആളുകൾ ഉണർന്ന് പ്രവർത്തിക്കുന്നത്. ആ അഡ്വക്കേറ്റാണ് എബ്രഹാം ലിങ്കൺ. ഇനിയുള്ള അമേരിക്കയുടെ ചരിത്രം അടിമത്തത്തിനെതിരെയുള്ള ചരിത്രമാണ്, അതിനെതിരെയുള്ള പോരാട്ടമാണ്. എബ്രഹാം ലിങ്കൻ്റെ തോളിലേറിയുള്ള അമേരിക്കയുടെ ജൈത്ര യാത്രയാണ്. ആ ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശരിക്കും ഡ്രെഡ് സ്കോട്ടിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ? ഡ്രെഡ് സ്കോട്ട് പിന്നീട് ഡോക്ടർ എമേഴ്സൻ്റെ ഭാര്യയുടെ അടിമയായിട്ട് മാറി. പക്ഷേ അധിക കാലം അദ്ദേഹത്തിന് അടിമയായിട്ട് തുടരേണ്ടി വന്നില്ല. കാരണം അമേരിക്കയിൽ മുഴുവനും ഇത് ചർച്ചാ വിഷയമായി മാറിയല്ലോ. ഡോക്ടർ എമേഴ്സൻ്റെ അടിമയാകുന്നതിന് മുമ്പ് മറ്റൊരാളുടെ അടിമയായിരുന്നു ഡ്രെഡ് സ്കോട്ട്. ആ വ്യക്തി ഇപ്പോൾ ഇല്ല, പക്ഷേ ആ വ്യക്തിയുടെ മക്കൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അവർക്ക് ഡ്രെഡ് സ്കോട്ടിനോട് വലിയ സ്നേഹം തോന്നി, സഹതാപം തോന്നി. ഡോക്ടർ എമേഴ്സൻ്റെ ഭാര്യ ചോദിച്ച പണം എണ്ണിക്കൊടുത്ത് ഡ്രെഡ് സ്കോട്ടിനെ അവർ അടിമയായി വാങ്ങിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം കൊടുത്തു. പിന്നീടുള്ള കാലം ഒരു ഹോട്ടലിലെ പോർട്ടറായിട്ടാണ് ഡ്രെഡ് സ്കോട്ട് പ്രവർത്തിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് അധികം ആയുസ്സുണ്ടായില്ല. 1 വർഷം കൂടി കഴിഞ്ഞപ്പോൾ ട്യൂബർകുലോസിസിനെ തുടർന്ന് അദ്ദേഹം മരണമടഞ്ഞു. അമേരിക്കയുടെ ഇനിയുള്ള ചരിത്രം അത് സിവിൽ വാറിൻ്റെ ചരിത്രമാണ്, അടിമത്തത്തിന് എതിരെയുള്ള ചരിത്രമാണ്, എബ്രഹാം ലിങ്കൺ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു ചരിത്രമാണ്. പിന്നീട് എങ്ങനെയാണ് അവിടെ അടിമത്തം ഇല്ലാതെയായത്, എബ്രഹാം ലിങ്കൻ്റെ ചരിത്രം എങ്ങനെയായിരുന്നു, വളരെ വിശദമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടികെട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസിയായി പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 ട്രിക്കുകൾ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ
20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ memory20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ചെക്കൗട്ട് ചെയ്യുക.